പെട്ടെന്ന് തുറന്നു വന്നു കേട്ടാ. നമ്മുടെ അച്ചാർ കുപ്പിയില്ല അതുപോലെ കണ്ട സാധനം കണ്ട ബാമ്പു പോലെ. ഹലോ, ഐ ആം ലീന സുജിത്ത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീ ടെക്കി. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു കാര്യമായ ഒരു വീഡിയോ ആണ്, അതായത് അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത്. അതായത് ഈ ബയോട്ടോറിയം ബയോമാഗ്നറ്റിക് പ്രൊഡക്ട്സിനെ പറ്റി നമുക്കൊക്കെ അറിയാമല്ലോ. അതൊരു എക്സ്റ്റേണൽ തെറപ്പിയാണ്, ഓൾട്ടർനേറ്റീവ് നാച്ചുറൽ തെറപ്പിയാണ്, എക്സ്റ്റേണൽ തെറപ്പിയാണ്. അതൊരു മാട്രസ് പാഡും പില്ലോ പാഡും വാട്ടർ എനർജി പാഡും റിസ്റ്റ് ബാൻഡും ഒക്കെ ആയിട്ടൊരു കോംബോ പാക്കാണത്. നമ്മുടെ എർത്തിൻ്റെ ഒരു മാഗ്നറ്റിസം നമുക്ക് ബോഡിയിലേക്ക് തരുന്ന ഒരു തെറപ്പിയാണത്. അത് പഴയ കാലത്ത് ഫേമസ് ആയിട്ടുള്ളൊരു തെറപ്പിയാണ് മാഗ്നറ്റിക് തെറപ്പി. അതിനെപ്പറ്റി ആളുകൾ മറന്നു കിടക്കുന്ന ഒരു സമയത്താണ് നമുക്ക് ഡോക്ടർ സാഗർ ജോഷി ഇത് ഒരു നാനോ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഒരു മാഗ്നറ്റിക് തെറാപ്പിയിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാം 99% നമ്മുടെ ഡിസീസസിന് കാരണങ്ങൾ പല തരത്തിലുള്ള ഡെഫിഷ്യൻസികളാണ്. അപ്പോൾ അതിൽ എല്ലാവരും നോർമലി എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഡെഫിഷ്യൻസിയാണ് മാഗ്നറ്റിസത്തിൻ്റെ ഡെഫിഷ്യൻസി. അപ്പോൾ ആ മാഗ്നറ്റിസത്തിൻ്റെ ഡെഫിഷ്യൻസി ഫുൾഫില്ല് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ഒരു അബവ് 60% നമ്മൾ അസുഖങ്ങൾ മാറും എന്നുള്ളതാണ്. എന്നാലും അവിടെ കുറച്ചുകൂടെ ഒരു ഡെഫിഷ്യൻസി അവിടെ നമ്മളത് ശരീരത്തിൽ ഒളിച്ചു കിടക്കുന്നുണ്ടാവും. അതാണ് ന്യൂട്രീഷ്യസിൻ്റെ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടെ ഫുൾഫില്ലായാൽ മാത്രമേ നമ്മൾ ടോട്ടൽ ഒരു രോഗവിമുക്തയാവുന്ന ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ എത്തുക. അപ്പോൾ അവിടെയാണ് നമുക്ക് ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. ഇനിയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഒരു വെൽനസ്സിനുള്ള ഒരു ലോകമാണ്. കാരണം വെൽനസ്സിൽ ഇമ്പോർട്ടൻസ് കൊടുത്താലേ നമുക്ക് ഇനി അങ്ങോട്ട് ജീവിച്ച് പോകാൻ പറ്റുള്ളൂ. കാരണം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അറിയാലോ, വെറും പെസ്റ്റിസൈഡ്സും പിന്നെ വൈഫൈ റേഡിയേഷൻസും പിന്നെ എല്ലാം പൊല്യൂട്ടഡാണ്, എയർ പൊല്യൂട്ടഡാണ് അല്ലേ, വെള്ളം കണ്ടാമിനേറ്റഡ് ആണ്. ഒന്നും നമുക്ക് നല്ലൊരു പഴയ ലൈഫിലേക്ക് നമുക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല. നമുക്കിപ്പോൾ ഇനി ഒരു മണ്ണിൻ്റെ വീട്ടിലേക്ക് താമസം മാറ്റാനോ ചെരുപ്പില്ലാതെ ഒരു ജീവിതം നമുക്ക് ജീവിക്കാനോ ഒരു ഓപ്പൺ എയറിൽ സൺലൈറ്റൊക്കെ കൊണ്ടുകൊണ്ട് എപ്പോഴും നല്ലൊരു ഓപ്പൺ എയറിൽ നടക്കുക, അങ്ങനെ ഒന്നും നടക്കുന്ന കാര്യമല്ല. മഴയത്ത് നടക്കുക ഒന്നും നടക്കുന്ന കാര്യമല്ല. ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് പല പല പ്രശ്നങ്ങളാണ്. അപ്പോൾ ഓൾട്ടർനേറ്റീവായി നാച്ചുറലായിട്ട് പോകുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ ഒരു ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റും കൂടെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റും, അത് പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ്, ഒരു മായങ്ങളും ഇല്ലാത്ത പ്രൊഡക്റ്റ്. അപ്പം അങ്ങനെ നമുക്ക് കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട്, ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ്. അപ്പോൾ അത് ഞാൻ ഓരോ പ്രൊഡക്റ്റായി അൺബോക്സിങ് ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിരിക്കുമല്ലോ, ബെറി ജ്യൂസിന് അൾട്രാ ബെറി ജ്യൂസ്, ഈ ബയോ അൾട്രാ ബെറി ജ്യൂസ്, അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായി ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, മോർ പവർ ഞാൻ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ പിന്നെ അതെങ്ങനെ കഴിക്കണം എന്നുള്ള രീതികളൊക്കെ ആയിട്ട് ഞാൻ വരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ വീഡിയോയിൽ ഞാനൊരു പിന്നെ പെട്ടെന്നായിട്ട് ഒരു ക്വിക്കായിട്ടുള്ള റിവ്യൂ മാത്രമേ എനിക്ക് തരാൻ പറ്റൂ. കാരണം ഇതിനെ വിശദമായി ഒരു വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ അതത്ര പോസിബിൾ അല്ല, അത് പ്രാക്ടിക്കൽ അല്ലാന്നല്ല. അതൊരു പ്രസൻറ്റേഷൻ സ്ലൈഡിലൂടെ കാണിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സമയമെടുക്കും. നിങ്ങൾക്ക് അതിനു വേണ്ടി നമുക്ക് പിന്നെ മിക്കവാറും നമുക്ക് പിന്നെ 9 മണിക്ക് 8 മണിക്കൊക്കെ നമുക്ക് അതിനുള്ള സൂം മീറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ പരിചയക്കാരോട് പറയുകയാണെങ്കിൽ സൂം ലിങ്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തു തരും. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ഡയറക്റ്റ് കേൾക്കാം. ഇനി അതല്ലെങ്കിൽ ഞാൻ അതൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അതൊക്കെ നിങ്ങൾക്ക് 1 മണിക്കൂറൊക്കെ ക്ഷമയോടിരുന്ന് കേൾക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റിൻ്റെ ഓരോ ഇൻഗ്രീഡിയൻസ് എന്താണ്, അത് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്തു തരുന്നുള്ളത് കൃത്യമായി അറിയാൻ പറ്റും. ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ ഞാനൊരു കാര്യം ചെയ്യാൻ, നിങ്ങൾക്ക് ഇവിടെ ഐ ബട്ടണിൽ വീഡിയോ ഇട്ടേക്കാം, പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ അതിൻ്റെ ഒക്കെ മോർ പവറിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് വീഡിയോ ഉള്ളതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയാലും നിങ്ങൾക്ക് കാണാം. അതല്ലെങ്കിൽ നമുക്ക് ഇടക്കിടക്ക് സൂം മീറ്റിങ്സിൽ അതൊക്കെ ക്ലാസ്സസൊക്കെ ഹിന്ദിയിലും മലയാളത്തിലൊക്കെ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഒരു അൺബോക്സിങ്ങും പിന്നെ പെട്ടെന്ന് ഒരു ക്വിക്ക്ലി ഞാൻ ഇതിലെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞു തരാം. അതിൻ്റെ കൂടെ ആ ഇൻഗ്രീഡിയൻസ് നമുക്ക് ശരീരത്തിന് എന്തൊക്കെ ഗുണങ്ങൾ ചെയ്യും എന്നുള്ളൊരു ക്വിക്ക് വീഡിയോ പ്ലസ് നമുക്കൊരു അൺബോക്സിങ്ങും അതൊക്കെ ആയിട്ട് നമുക്കിന്ന് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം.
അപ്പോൾ ഞാൻ ആദ്യം അൺബോക്സിങ് ചെയ്യുന്നതിന് മുൻപേ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻഗ്രീഡിയൻസ് എന്താണെന്നൊക്കെ പറഞ്ഞു തരാം. അത് ഞാൻ ഒരു ഗ്രാഫിക്കിലൂടെ കാണിച്ചു തരാം. കാരണം പെട്ടെന്ന് ഇൻഗ്രീഡിയൻസ് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും അത് കാണാതെ അങ്ങോട്ട് പറയാൻ പറ്റില്ല, കാരണം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് നിങ്ങൾക്ക് ഗ്രാഫിക്സിലൂടെ കാണിച്ചു തരാനാണ് പരിപാടി. പിന്നെ അതിൻ്റെ മുൻപ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മുടെ ഈ പിന്നെ ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റും പിന്നെ ഈ ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റും ഒക്കെ ആയുഷ് മന്ത്രാലയയുടെ സർട്ടിഫൈഡ് പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ ഈ ആയുഷ് മന്ത്രാലയം എന്താണ്, അല്ലേ? ആയുഷ് മന്ത്രാലയം എന്താണെന്ന് അറിഞ്ഞാലല്ലേ ഈ ആയുഷ് മന്ത്രാലയത്തിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആയുഷ് മന്ത്രാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം, അതിന്റെ ഡെഫിനിഷനോട് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം നിങ്ങൾക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചിന്തിക്കുന്ന വെച്ചാൽ, ഈസ് ഹി ബട്ട് മോർ പവർ ഇസ് സേഫ്? എല്ലാവർക്കും സംശയമുണ്ട്. കാരണം പ്ലാൻ ബേസ്ഡ് ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് ആണ്, പക്ഷെ എന്ത് കഴിക്കുമ്പോഴും നമ്മൾ എപ്പോഴും ഒരു സേഫ്റ്റി ചിന്തിക്കാറുണ്ടല്ലേ. ഇത് പലതും നമുക്ക് കേൾക്കാറ് കിട്ടുന്നുണ്ട്. ചില പ്ലാൻ ബേസ്ഡ് ആണ്, ആയുർവേദിക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് കഴിച്ചിട്ട് സൈഡ് എഫക്റ്റ് വന്നതൊക്കെ നമ്മൾ ഈയിടെ മീഡിയകളിലൂടെയൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഇൻടേക്ക് വരുന്ന സ്ഥലത്ത് എല്ലാവരും ഒന്ന് സംശയിക്കും, ഒന്ന് പേടിക്കും, ഇത് സേഫ് ആണോ അല്ലയോ എന്നുള്ളതല്ലേ. അപ്പോൾ എന്തുകൊണ്ട് അത് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഇത് സേഫ് ആണെന്നുള്ളതിൻ്റെ തെളിവാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് ആയുഷ് മന്ത്രാലയയുടെ സർട്ടിഫൈഡ് പ്രൊഡക്റ്റ് ആണ്. പേടിക്കാനില്ല, ഇത് സേഫാണ്, കഴിക്കുന്നതിന് നമുക്ക് സേഫാണ്. ഓക്കെ, ഇനി ഞാൻ ആയുഷ് മന്ത്രാലയ സർട്ടിഫൈഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്താണ് ഈ ആയുഷ് മന്ത്രാലയ സർട്ടിഫൈഡ് എന്നിട്ട് ഉദ്ദേശിക്കുന്നത്? അത് ഞാൻ അതിൻ്റെ ഒരു ഡെഫിനിഷനോട് കൂടി തന്നെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ക്ലിയർ ആവും. അതായത് ദ ആയുഷ് സ്റ്റാൻഡേർഡ് മാർക്ക് ഈസ് ബേസ്ഡ് ഓൺ ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസ്, അതായത് GMP. ഓക്കെ, ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസ് for Ayurvedic, Siddha and Unani medicines as per Drugs and Cosmetics Rules 1945. അതാണ് അതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്, ഈ ആയുഷ് മന്ത്രാലയ സർട്ടിഫൈഡ് എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് ആ ഒരു സർട്ടിഫിക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സേഫാണ്, പ്രൊഡക്റ്റ് ഈസ് സേഫ് ഓൺ ഹ്യൂമൻ ബോഡി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം. ഇത് ഞാൻ പറഞ്ഞല്ലോ, പക്ക പ്ലാൻ ബേസ്ഡ് ആണ്. ഇതിൽ ഒരു ആനിമൽ ഫാറ്റോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല, ഒരു ആർട്ടിഫിഷ്യൽ ഇൻഗ്രീഡിയൻറ്റും ഇല്ല, പ്ലാൻ ബേസ്ഡ് ആണ്, ആനിമൽ ഫാറ്റ് ഇല്ല, അങ്ങനെയൊക്കെ 100% സേഫ് ആണ്. അപ്പം ഞാൻ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഓരോന്നും പറഞ്ഞുകൊണ്ട് പോകാം. എന്നൊരു ചൈനീസ് ഔഷധമാണ്. ഇതിന്റെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ, ഇതൊരു നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ്. പിന്നെ ഇൻഫ്ലമേഷനെ കുറക്കാൻ സഹായിക്കുന്നു, അതുപോലെ ബ്രെയിനിൻ്റെ ഫങ്ഷനെ കറക്റ്റാക്കുന്നു, അതുപോലെ ഇറക്ടൽ ഡിസ്ഫങ്ഷനെ ഇത് പ്രോപ്പറാക്കുന്നു എന്നുള്ളതാണ്. അടുത്തതാണ് റോയൽ ജെല്ലി എന്ന് പറയുന്നത്. ഇത് ഹണി ബീസ് ഉണ്ടാക്കുന്ന ഒരു തരം ജെല്ലാണ്, ഒരു മിൽക്കി സെക്രഷൻ എന്ന് വേണമെങ്കിൽ അതിന് പറയാം. ഇതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട്. ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഇഫക്ട്സ് ഉണ്ട്, ഹാർട്ട് ഡിസീസിനെ റെഡ്യൂസ് ചെയ്യുന്നു, അത് ഈ കൊളസ്ട്രോളൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഹാർട്ട് ഡിസീസസിനെ കുറക്കുന്നു. പിന്നെ നമുക്ക് എന്തെങ്കിലും സ്കിന്നിന് റിപ്പയർ ആവാൻ, അതായത് എന്തെങ്കിലും വൂണ്ട് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ പെട്ടെന്ന് ഹീലാവുന്നതാണ്. പിന്നെ ബ്ലഡ് പ്രഷറിനെ ഇത് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളെ ഈ ടിയർ സെക്രഷൻ, അതായത് കണ്ണുനീരുണ്ടാക്കുന്ന ഒരു പ്രോസസ്സ്, അപ്പം നമ്മളെ കണ്ണിൽ ഒരിക്കലും ഡ്രൈ ആക്കി വെക്കില്ല. പിന്നെ ഒരു ആൻറ്റി ഏജിങ് എഫക്ട്സ് ഇതിലുണ്ട്. അതുപോലെ നല്ലൊരു ഇമ്മ്യൂൺ സിസ്റ്റവും ബിൽഡപ്പ് ആകുന്നതാണ്. അടുത്തത് അഗർകാര. ഇതൊരു ആയുർവേദിക് ഹേർബാണ്. ഇതിൻ്റെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ, നല്ലൊരു ആൻറ്റി ബാക്ടീരിയലാണ്, പെയിൻ റിലീവറാണ്, പിന്നെന്താ പറയുക, ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് ഇത് ഉപയോഗിക്കാം. പിന്നെ നെർവിനെ കാം ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. പിന്നെ മെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് നല്ലതാണ്. അതുപോലെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനും ഇത് വളരെ ഉപകാരം ചെയ്യും എന്നുള്ളതാണ്. അടുത്തതാണ് ബഹ്മാൻ സുർക്ക് എന്ന് പറയും. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അത് എല്ലാം വിശദമായി പറയാന്ന് വെച്ചാൽ ഒരുപാട് സമയമെടുക്കും. പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞേക്കാം. ഇതൊരു നല്ലൊരു ആൻറ്റിസെപ്റ്റിക് ആണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, പിന്നെ കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു നല്ലൊരു ആസ്ട്രിജൻ്റ് ആണ്, പിന്നെ അനീമിയ ഉള്ളവർക്ക് നല്ലതാണ്.
ഒരുപാട് ഗുണങ്ങളുണ്ട്, പറഞ്ഞാൽ തീരില്ല. പിന്നെ നമ്മുടെ മെൻസ്ട്രൽ ഡിസോർഡേഴ്സിനൊക്കെ ഓർഡർ ആക്കുന്നതാണ്. പിന്നെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷനെ ക്ലിയർ ആക്കുന്നു. പിന്നെ ക്രോണിക് ലിവർ കിഡ്നി ഡിസീസ് ഉള്ളവർക്ക് നല്ലതാണ്. പിന്നെ ഈ മെനോപോസ് സംബന്ധിച്ചുള്ള ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടല്ലോ, അത് മാറാൻ നല്ലതാണ്. പിന്നെ സ്ട്രെസ് റിലീവറാണ്, ആൻറ്റി ഡിപ്രസൻ്റ് ആണ്, ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അങ്ങനെ അൾഷിമസ് ഡിസീസിന് നല്ലതാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു ബഹ്മാൻ സുർക്കിനുണ്ട്. അടുത്തത് ബഹ്മാൻ സഫേദ് എന്ന് പറഞ്ഞ ഒരു ആയുർവേദിക് ഹേർബാണ്. ഇതിൻ്റെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ യൂറിനറി ഡിസോർഡേഴ്സിനെ മാറ്റുന്നു, സ്പേം കൗണ്ടിനെ റെഗുലേറ്റ് ചെയ്യുന്നു, പിന്നെ വീക്ക്നെസ് ഇല്ലാതെയാക്കുന്നു, പിന്നെ എന്താ പറയുക മസിൽ ബിൽഡപ്പിന് നല്ലതാണ്, ആൻറ്റി ആർത്രൈറ്റിസ് ആണ്, ആൻറ്റി ക്യാൻസർ ആണ്, സ്ട്രെസ് റിലീവറാണ്, ഇറക്ടൈൽ ഡിസ്ഫങ്ഷന് നല്ലതാണ്. അതിന് ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു ബഹ്മാൻ സഫേദിനും ഉണ്ട്. ഇനി അടുത്തതായി ബീജ് ബന്ദ്, സിഡാ കോഡിഫോലിയ ലിൻ എന്നൊക്കെയാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം. അതും ഒരു ആയുർവേദിക് മെഡിസിനാണ്. അതിൻ്റെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എപ്പിലെപ്സിയെ റിലീവ് ചെയ്യാനും ആർത്രൈറ്റീസിന് റിലീവ് ചെയ്യുന്നു, ലോ ബാക്ക് പെയിൻ ഇല്ലാതാക്കുന്നു, ഗട്ട് ബീമാരി അതിനെ മാറ്റുന്നു, പിന്നെ സയാറ്റിക്ക അതൊക്കെ മാറ്റിത്തരുന്നു, പിന്നെ റുമാറ്റിക്കൽ ആർത്രൈറ്റീസിന് നല്ലതാണ്. പിന്നെ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്, പറഞ്ഞാൽ തീരാത്ത ഓരോരോ ഹീലിംഗ് പവറാണ് ഇതിലൊക്കെ. പിന്നെ ഫീവറിനെ ട്രീറ്റ് ചെയ്യാൻ നല്ലതാണ്, യൂറിനറി സിസ്റ്റത്തിനെ കറക്റ്റാക്കി വിടുന്നു, പിന്നെ സിസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നല്ലതാണ്, പിന്നെ സ്പേം മൊട്ടിലിറ്റിക്ക് നല്ലതാണ്, ഫെർട്ടിലിറ്റി ഇല്ലാതാക്കുന്നു, ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, പിന്നെ പാരാലിസിസ് ആയിട്ടുള്ള പേഷ്യൻസിന് അത് നല്ലതാണ്. അത് ബ്രെയിനിനെ കാര്യമായിട്ട് ഇതിൽ വർക്ക് ചെയ്യുന്നുള്ളതാണ്. എന്താ പറയുക, പിന്നെ ബ്ലഡ് സർക്കുലേഷനെ പ്രോപ്പറാക്കുന്നു, പിന്നെ ഈ കണ്ണിലൊക്കെ ഉണ്ടാകുന്ന ഇൻഫെക്ഷനൊക്കെ ക്യൂർ ചെയ്യാൻ ഇത് ഒരു നല്ലൊരു സിസ്റ്റമാണ്. പിന്നെ നെർവസ് സിസ്റ്റം റെഗുലേറ്റ് ചെയ്യുന്നു, പിന്നെ ആൻസൈറ്റി ഇല്ലാതാക്കുന്നു. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു ബീജ് ബന്ദിനും ഉണ്ട്. അടുത്തത് മാഗ്സെ ചിൽഗോസ എന്ന് പറയും. ഈ ചിൽഗോസ എന്ന് പറയുന്നത് ഒരു പൈൻ നട്ട്സ് ആണ് ആക്ച്വലി. ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഇതൊരു ഗുഡ് സോഴ്സ് ഓഫ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ആണ്. പിന്നെ ഇത് റിച്ച് സോഴ്സ് ഓഫ് പ്രോട്ടീനും കൂടെയാണ്. അപ്പോൾ ഇത്രയൊക്കെ ആകുമ്പോൾ തന്നെ ഹെൽത്ത് ബെനിഫിറ്റ്സിൻ്റെ കാര്യം പറയാനില്ല. അപ്പോൾ ഓരോ ഹെൽത്ത് ബെനിഫിറ്റും ഞാൻ എടുത്ത് പറയുന്നില്ല. അപ്പോൾ പിന്നെയാണ് അടുത്തത് പറയാം. അടുത്തത് ദാൽചീനി, അതായത് കറുവപ്പട്ട എന്ന് പറയും, അല്ലെങ്കിൽ പിന്നെ സിനമൻ, ഇംഗ്ലീഷിൽ പറയുമ്പോൾ സിനമൻ എന്ന് പറയും. ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ നമുക്ക് സാധാരണ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, എന്നാലും ഞാനിത് പറയാം. ഇതൊരു നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. പിന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഇതിലുണ്ട്. പിന്നെ ഹാർട്ട് ഡിസീസിനുള്ള റിസ്ക് ഇല്ലാതെ ഇരിക്കും. ഇൻസുലിൻ ഹോർമോണിൻ്റെ സെൻസിറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബ്ലഡ് ഷുഗർ ഉള്ള ഒരാൾക്ക് എത്രയും ആവശ്യമുള്ളൊരു സാധനമാണ് ഈ ഒരു പിന്നെ ദാൽച്ചീനി, അതായത് നമ്മുടെ സിനമൻ എന്ന് പറയുന്നത്. അങ്ങനെ പല പല ഗുണങ്ങളാണ് സിനമനെ കൊണ്ടുള്ളത്. അടുത്തത് ഇലൈച്ചി, കാടമം, ഏലക്ക എന്ന് പറയും. അതിൻ്റെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സിനെ ശരിയാക്കും, പിന്നെ സോർ ത്രോട്ട്, ബേണിങ് സെൻസേഷൻ, സ്കിൻ പ്രോബ്ലം ഇതൊക്കെ മാറ്റാനുള്ള കഴിവുണ്ട്, പിന്നെ മെമ്മറി പവർ കൂട്ടാൻ ഉള്ള കഴിവുണ്ട്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ഏലക്കാക്കുണ്ട്. ഹാർട്ട് ഡിസീസും പിന്നെ ആസ്തുമ, കോമൺ കോൾഡ്, ഹെഡേക്ക്, ത്രോട്ട് ഡിസീസ്, പിന്നെ ബ്ലീഡിങ് ഡിസോർഡേഴ്സ്, എക്സസീവ് യൂറിനേഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മുടെ ഏലക്ക വളരെ പ്രധാനപ്പെട്ടതാണ്. ഗോന്ദ് ദൗഡ എന്ന് പറയും, അതായത് പിന്നെ ഒരു ബദാം എഡിബിൾ ഗമ്മാണ്, സ്വീറ്റ് ബദാം എന്നൊക്കെ പറയും ഇതിന്. ഇതുകൊണ്ട് നമ്മുടെ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ലഡ്ഡു ഉണ്ടാക്കും സാധാരണ. ഇതിനൊരുപാട് മെഡിസിനൽ പ്രോപ്പർട്ടി ഉണ്ട്. ഇതൊരു പിന്നെ ഈ ഒരു മരത്തിൻ്റെ ഒരു കറയാണ്. ഓക്കെ, ഈ ഒരു സാധനം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് പിന്നെ ഈ നമ്മുടെ ഈ സോർ ത്രോട്ടിന് പ്രോബ്ലം ഉള്ളവർക്കൊക്കെ അതൊക്കെ മാറിക്കിട്ടും. പിന്നെ ഈ കോൾഡ് കഫായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ്. പിന്നെ ഡയറിയ മാറിക്കിട്ടും. മെയിനായിട്ട് കോൾഡ് ആൻഡ് കഫിനുള്ളതാണ്. പിന്നെ ഡയറിയക്ക് സുഖം കിട്ടും. പിന്നെ അൾസേഴ്സ് നമുക്ക് മാറിക്കിട്ടും. പിന്നെ ഇത് നമ്മുടെ ശരീരത്തിനെ കാമാക്കി വെക്കുന്നുള്ളതാണ്. അപ്പോൾ
പിന്നെ അപ്പം അങ്ങനെ കാമാക്കി വെക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ ഈ സൈക്കോളജിക്കൽ പ്രോബ്ലംസിന് വലിയൊരു റിലീഫാവും. പിന്നെ ഇത് നല്ല സ്കിന്നിന് നല്ലൊരു പിന്നെ മുതൽക്കൂട്ടാണ്. അതായത് നല്ല സ്കിന്നിന് വേണ്ടി, അതായത് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ട് ഇതിൽ, അതുകൊണ്ട് സ്കിന്നിന് അത്രയും നല്ലതാണ്. അടുത്തതാണ് ഗോക്രൂ എന്ന് പറയും. ഈ ഒരു ഹേർബാണ്. ഇതൊരു ആയുർവേദിക് ഹേർബാണ്. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറയുന്നതും ഇതും ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസും ഉണ്ട്. പിന്നെ ഇൻഫെർട്ടിലിറ്റി ഉള്ളവർക്ക് ഇത് വളരെ ഉപകാരപ്രദമാകും. ഹാർട്ടിൻ്റെ സർക്കുലേറ്ററി സിസ്റ്റത്തിനെ കറക്റ്റാക്കി വെക്കും. പിന്നെ സോറിയാസിസ് മാറ്റിത്തരും. സോറിയാസിസ് പോലത്തെ സ്കിൻ അസുഖങ്ങളുണ്ടല്ലോ, അതിനൊക്കെ നല്ലതാണ്. പിന്നെ ഈ സ്കിന്നായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾക്കൊക്കെ ഇത് നല്ലൊരു പിന്നെ മെഡിസിനാണ്. പിന്നെ നമുക്ക് ഇൻറ്റസ്റ്റൈനായിട്ടുള്ള പിന്നെ പ്രോബ്ലംസ് ഉണ്ടല്ലേ, അതിനൊക്കെ ഫലപ്രദമായിട്ട് പിന്നെ നമ്മുടെ സ്റ്റൊമക്കിലെ ലൈനിങ്ങിൽ പോയി വർക്ക് ചെയ്യും. അപ്പോൾ നമ്മുടെ ഇൻറ്റേർണൽ പാർട്ടൊക്കെ ക്ലിയർ ആക്കാൻ ഉപകരിക്കും. പിന്നെ നമ്മുടെ ഇത് തന്നെ കോൾഡും കഫുമായിട്ട് ബന്ധപ്പെട്ട് സോർ ത്രോട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും. പിന്നെ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്ക് നല്ലതാണ്. പിന്നെ ഈ നോസിലൊക്കെ ട്യൂമേഴ്സ് വരുന്നുണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ ഇത് ഫലപ്രദമാണ്. അതായത് കോൾഡും കഫായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ നോസിൽ ട്യൂമറും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതിനൊക്കെ ഫലപ്രദമായിട്ടിത് പിന്നെ വർക്ക് ചെയ്യുന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഈ ഗ്യാസ് സംബന്ധമായിട്ടുള്ള, അതായത് ഇൻറ്റസ്റ്റൈനൽ പ്രോബ്ലം എന്ന് പറയുമ്പോൾ തന്നെ ഗ്യാസായി, പിന്നെ അസിഡിറ്റി, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ, പിന്നെ വേംസിൻ്റെ ബിൽഡപ്പ്, ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. വേംസൊക്കെ ഉണ്ടെങ്കിൽ വേംസിനെ പുറത്ത് കളയാനും കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതെയാക്കാനും, അതായത് വയറ് മൊത്തമായിട്ട് ക്ലിയർ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഈ ഒരു ഹെർബിൻ്റെ ഗുണം. ഇനി അടുത്തത് ഇൻഡർജോ ഷിറീൻ, അതായത് കട്കി എന്നൊക്കെ പറയും. ഇത് ഈ ഡെസിഡസ് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നൊരു ഹെർബാണ്. ഇതിൻ്റെ ഒരു മെഡിസിനൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഡിസെൻട്രി ഇല്ലാതാക്കും, പിന്നെ ഹെൽപ്ഫുൾ ഇൻ സ്റ്റോൺ ഡിസീസസ്, ഹെൽപ്സ് ഇൻ ട്രീറ്റിംഗ് ബ്ലിസ്റ്റർ, ബെനിഫിഷ്യൽ ടു ട്രീറ്റ് യൂറിനറി ഇൻഫെക്ഷൻസ്, ട്രാക്ട് ഇൻഫെക്ഷൻ, ഇതൊക്കെ മാറാനും പിന്നെ ഇറക്ടൽ ഡിസ്ഫങ്ഷൻ ഇതൊക്കെ മാറ്റിത്തരാൻ വേണ്ടി നമ്മുടെ ഈ ഒരു ഇൻഡർജോ ഷിറീനെ കൊണ്ട് സാധിക്കുന്നതാണ്. പിന്നെ കൂടാതെ സ്റ്റമക്ക് അപ്സെറ്റ് ആയി കഴിയുമ്പോൾ സ്റ്റമക്ക് ക്ലിയർ ആക്കാനും, പിന്നെ നമ്മളുടെ പിത്തരസത്തിനും ഇൻറ്റസ്റ്റൈൻ ക്ലീൻ ആകാനും, ബബൽ മൂവ്മെൻറ്റിനും, അതായത് നമുക്ക് ഈ ബബൽ സിൻഡ്രം എല്ലാം ചില ആൾക്കാർക്ക് ഉണ്ടാകുന്നില്ല, അതൊക്കെ മാറിക്കിട്ടാൻ, അത് വയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ മാറാനും ഒക്കെ ഈ ഇൻഡർജോ ഷിറീൻ ഫലപ്രദമാണ്. ഇനി അടുത്തതാണ് കുഞ്ച് ബീജ്, മിക്യൂന പ്രുയൻ കുഞ്ച് ബീജ്. ഇതിൻ്റെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ഗട്ട് പ്രോബ്ലംസിനെ ഇല്ലാതാക്കുന്നു. നല്ലൊരു പിന്നെ സപ്ലയറാണ് എസെൻഷ്യൽ എമിനോ ആസിഡിൻ്റെ. പിന്നെ ഫോർട്ടിഫൈസ് ബോൺ ഡെൻസിറ്റി, അത് എല്ലിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. നെർവസ് സിസ്റ്റത്തിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ഈ ഒരു കുഞ്ച് ബീജിന് ഉണ്ട് എന്നുള്ളതാണ്. അടുത്തത് കമർക്കസ് എന്ന് പറയും, പലാഷ് എന്ന് പറയും. ഇതൊരു നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റ് ഹെർബാണ്. ഇതിൽ പിന്നെ ഇതൊരു വിറ്റമിൻ എയുടെയും കെയുടെയും റിച്ച് സോഴ്സാണ്. പിന്നെ കണ്ടെയ്ൻസ് മഗ്നീഷ്യം, ഫോസ്ഫറസ്, അയേൺ, പൊട്ടാഷ്യം, അയോഡിയം ആൻഡ് ഫോലേറ്റ്. പിന്നെ ഇത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടിയാണ്. ഗുണങ്ങൾ പറയാമെന്ന് വെച്ചാൽ ഒരുപാടുണ്ട്, ഞാൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോവുകയാണ്. സലാബ് മിശ്രി എന്ന് പറയും, അതൊരു മെഡിക്കൽ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ, ന്യൂറോജനിക് സ്ട്രെസ്സ് കുറച്ച് കൊണ്ടുവരാമെന്നുള്ള അതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പിന്നെ ബ്രെയിനായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളുണ്ടല്ലോ, ഹെമറേജ്, ഇഷ്കമിക് ഹെമറേജ്, പിന്നെ ഈ എപ്പിലെപ്സി, അങ്ങനെ ബ്രെയിനായിട്ട് ബന്ധപ്പെട്ട, പിന്നെ ട്രോമാറ്റിക് ഇഞ്ചുറി ഒക്കെ സംഭവിച്ചിട്ട് വന്നിരിക്കുന്ന പ്രോബ്ലംസ്, അതിനൊക്കെ അങ്ങനെ ഉണ്ടാകുന്ന ഡാമേജിനൊക്കെ നല്ലൊരു സൊല്യൂഷനാണ് ഈ ഒരു സലാബ് മിശ്രി എന്ന് പറയുന്നത്. പിന്നെ അബ്നോർമലായിട്ടുള്ള സ്പേം ഫോർമേഷന് ഇതൊരു സൊല്യൂഷനാണ്. അടുത്തത് ബദാമാണ്, സ്വീറ്റ് ആൽമണ്ട് എന്ന് പറയും.
നമ്മൾ സാധാരണ കണ്ടുവരുന്ന ആൽമണ്ട് തന്നെയാണ്. ഈ ആൽമണ്ടിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ നെർവസ് സിസ്റ്റത്തിനെ കറക്റ്റ് ചെയ്യും, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിനെയൊക്കെ പിന്നെ സുരക്ഷിതമാക്കി വെക്കും. പിന്നെ ആൽമണ്ട്സ് ബെനിഫിഷ്യൽ ഫോർ കോൺസ്റ്റിപ്പേഷൻ, പിന്നെ വയറായിട്ട് സംബന്ധപ്പെട്ട പ്രോബ്ലത്തിനൊക്കെ നല്ലതാണ്. യൂറോജെൻറ്റൽ സിസ്റ്റത്തിനെ കറക്റ്റാക്കി വെക്കും, മെമ്മറിയെ ഇമ്പ്രൂവ് ചെയ്യും, ആൻറ്റി ഏജിങ് ആക്ടിവിറ്റി, ഇതൊക്കെയാണ് ആൽമണ്ട്സിൻ്റെ ഗുണങ്ങൾ. അൾസർ ഉണ്ടെങ്കിൽ അതിനൊരു നല്ലൊരു പരിഹാരമാണ്. അടുത്തതാണ് സാധാരണയായി നമ്മൾ കഴിക്കുന്ന ഡേറ്റ്സ്, ഖജൂർ എന്ന് പറയും. അതിൻ്റെ ഗുണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അബ്ഡോമിനൽ ക്യാൻസറിനെ ഇല്ലാതാക്കുന്നു, ബോൺസിനെ സ്ട്രോങ് ആക്കുന്നു, നെർവസ് സിസ്റ്റത്തിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്നു, ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. പിന്നെ നല്ല ഹെൽത്തി വെയ്റ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഉപകാരപ്രദമാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ഡേറ്റ്സിനുണ്ട്. പിന്നെ ഇതൊരു ഗുഡ് സോഴ്സ് ഓഫ് എനർജിയാണ്. വെയ്റ്റ് ലോസ് മാനേജ്മെൻറ്റിന് ഇത് വളരെ ഉപകാരപ്രദമാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ഡേറ്റ്സിനുണ്ട്. അടുത്തതായി നമുക്ക് സുപരിചിതമായിട്ടുള്ള നാളികേരം തന്നെയാണ് കോക്കോനട്ട് എന്ന് പറയുമ്പോൾ ഫുൾ ഓഫ് ഫൈബേഴ്സാണ്. അപ്പം അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നല്ല ഹെൽത്തി ഹാർട്ടിന് വേണ്ടി നല്ലൊരു ബെനിഫിഷ്യറിയാണ്. പിന്നെ ഇത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് അസുഖങ്ങളിൽ നിന്ന് നമ്മുടെ ബോഡിയെ രക്ഷിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ സെൽ റിപ്പയറിന് ഇത് വളരെ ഉപകരിക്കുന്നുണ്ട്. പിന്നെ ഹെൽത്തി ഹാർട്ടിന് വേണ്ടി ബെസ്റ്റാണ്. കാരണം കൊളസ്ട്രോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുമ്പോൾ. അപ്പം നമ്മുടെ കേരളീയർക്ക് ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനം തന്നെയാണ് കോക്കനട്ട്. അപ്പോൾ കോക്കനട്ടിൻ്റെ ഗുണത്തെപ്പറ്റി പറഞ്ഞാൽ തീരില്ല. അത് നല്ലൊരു മെറ്റബോളിസത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം കോക്കനട്ടിൽ ഫുൾ ഓഫ് ഫൈബർ, പ്രോട്ടീൻ, കാർബ്സ്, വിറ്റമിൻസ് ആൻഡ് മിനറൽസ് ഉള്ളത് കൊണ്ട് തന്നെ ഇനിയൊന്നും പറയാനില്ല. എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് കോക്കനട്ട് തന്നെ നല്ലൊരു സോഴ്സാണ്. പിന്നെ ഗുഡ് സോഴ്സ് ഓഫ് മെഗ്നീഷ്യമാണ്. പിന്നെ ബോൺ ഹെൽത്തിന് വേണ്ടി കോക്കനട്ട് ബെസ്റ്റാണ്. അടുത്തതായി നമ്മുടെ തണ്ണീർമത്തൻ, അതായത് വാട്ടർ മെലൺ, തർബൂജ എന്നൊക്കെ പറയും. അത് നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ളൊരു ഫ്രൂട്ടാണല്ലോ. അപ്പം അതിൻ്റെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോഴും അത് ഇറക്ടൽ ഡിസ്ഫങ്ഷനെ ഇല്ലാതാക്കും. പിന്നെ ബ്ലഡ് പ്രഷറിനെ കുറക്കുന്നതാണ്. ബ്രെയിനിൻ്റെ നെർവസ് സിസ്റ്റം കറക്റ്റാക്കും. പിന്നെ മെറ്റബോളിക് സിൻഡ്രോംസ് ഒഴിവാക്കി തരും. പിന്നെ ഇൻഫ്ലമേഷനെ ഇല്ലാതാക്കും. പിന്നെ നമ്മുടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ ഇല്ലാതാക്കാനും നല്ല കഴിവുണ്ട്. വിറ്റമിൻ സി, ഫുൾ ഓഫ് വിറ്റമിൻ സി ആണ് ഇതിൽ. പിന്നെ നല്ലൊരു ഇൻഫ്ലമേറ്ററിയും ആൻറ്റി ഓക്സിഡൻ്റൊക്കെയാണ്. അപ്പോൾ സ്കിൻ ഡിസീസിനൊക്കെ നല്ലതാണ്. പിന്നെ മിഡിൽ ഏജ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒബിസിറ്റി, പിന്നെ ഏർലി ഹൈപ്പർ ടെൻഷൻ, ഇതിനൊക്കെ ഒരു പരിഹാരമാണ് നമ്മുടെ വാട്ടർ മെലൻ അഥവാ വത്തക്ക എന്നൊക്കെ പറയുന്ന തണ്ണീർമത്തൻ. അടുത്തൊരു ഇൻഗ്രീഡിയൻ്റാണ് മസ്താഗിരൂനി, അതായത് പിന്നെ റൂമി മസ്താഗി എന്നൊക്കെ പറയും. അതൊരു മരത്തിൻ്റെ കറയാണ് ആക്ച്വലി. അതിനൊരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. അത് നമ്മുടെ മോണയുടെ ആരോഗ്യത്തിന് നല്ലതാണ്. പിന്നെ ക്രോണിക് ആയിട്ടുള്ള ഗ്യാസ്ട്രൈറ്റിസിന് വളരെ ഉപകാരപ്രദമാണ്. അൾസർ ഇല്ലാതാക്കാൻ ഒരുപാട് സഹായിക്കും. പിന്നെ ഫൈറ്റ് അഗെയിൻസ്റ്റ് സിറോസിസ്, പിന്നെ അലർജിക് ആസ്തുമ, ഇതിനൊക്കെ നല്ലൊരു പരിഹാരമാണ്. പിന്നെ എന്താ പറയുക, ഒരു ബ്രത്ത് ഫ്രഷ്നറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് മൗത്ത് ഫ്രഷ്നറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അത് അങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ വായിലുള്ള ബാക്ടീരിയാസിനെ അത് ഇല്ലാതെയാക്കും. പിന്നെ മെയിനായിട്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് അസുഖങ്ങളിൽ നിന്ന് മുക്തി തരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് റൂബി മസ്താഗിയുടെ ഗുണഗണങ്ങൾ. പിന്നെ അടുത്തതായി മോക്രാസ് എന്ന് പറയും. ബൊംബാക്സെയ്വ, സഫേദ് മുസ്ലി, അതിൻ്റെ എല്ലാം ഒരു കൂട്ടായിട്ട് വരും. ഒരുതരം ഹേർബാണ്, ഒരു ഹെർബൽ ഡ്രഗ്സാണ്. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ എസ്പെഷ്യലി ഫോർ സെക്സ്വൽ ഡിസ്ഫങ്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ ആയുർവേദ, സിദ്ധ, യുനാനി, ഹോമിയോപ്പതി, ചൈനീസ് മെഡിസിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പിന്നെ ഹെർബ്സാണ്. ആൻറ്റി സ്ട്രെസ് പ്രോപ്പർട്ടീസ് ഇതിലുണ്ട്. പിന്നെ സ്പേം കൗണ്ടിനൊക്കെ ഇത് നല്ലൊരു ഉപകാരപ്രദമാണ്. അടുത്തത് നമ്മുടെ കരിമ്പാണ്.
നമുക്കൊക്കെ സുപരിചിതമായ കരിമ്പിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബൂസ്റ്റപ്പ് ചെയ്യുന്നു. ഇത് ഫെബ്രൽ ഡിസോർഡേഴ്സിനൊക്കെ നല്ലതാണ്. പിന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബോണിന് വേണ്ടി കരിമ്പ് ജ്യൂസ് കുടിക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഷുഗർ കെയിനിൽ ഫുൾ ഓഫ് കാൽഷ്യമാണ്. ഇത് പിന്നെ നല്ലൊരു പിന്നെ മിനറൽസിൻ്റെയും കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെയും അയേണിൻ്റെയും ഒക്കെ നല്ലൊരു കലവറയാണ് കരിമ്പ് ജ്യൂസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബോണിൻ്റെ ഹെൽത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഇതിൽ വിറ്റമിൻ B1, B5, വിറ്റമിൻ B3, വിറ്റമിൻ B6, പിന്നെ വിറ്റമിൻ C, വിറ്റമിൻ A, വിറ്റമിൻ B12, പിന്നെ അങ്ങനെയുള്ള നാച്ചുറൽ ന്യൂട്രീഷ്യൻ ഒക്കെ ഇതിലടങ്ങിയിട്ടുണ്ട്. നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റും കൂടെയാണ്. പിന്നെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കരിമ്പിൻ്റെ ഗുണങ്ങൾ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അല്ലോ. കരിമ്പ് അത്രയും ഗുണമുള്ള സാധനമാണ്. അടുത്തത് സഫേദ് മുസ്ലി. സഫേദ് മുസ്ലി എന്ന് പറയുമ്പോൾ അതൊരു റെയർ ഇന്ത്യൻ ഹേർബാണ്. ഓൾസോ പോപ്പുലർ മാജിക്കൽ ഫോക്ക് റെമഡി ദാറ്റ് ഹാസ് ഇമ്മൻസ് ഹീലിംഗ് പ്രോപ്പർട്ടീസ്. ഒരുപാട് ഹീലിംഗ് പ്രോപ്പർട്ടീസ് ഉള്ളൊരു ഹേർബ്സാണത്. അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യുന്നു. പിന്നെ ചൈനീസ് മെഡിസിൻസും ഒക്കെ സാധാരണ യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. ഇതിൻ്റെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ പിന്നെ മെയിൽ ഇമ്പോർട്ടൻസിയെ ഇത് മാനേജ് ചെയ്യുന്നുള്ളതാണ്. പിന്നെ ഇംപ്രൂവിങ് സെക്സ്വൽ പെർഫോമൻസ് ഫോർ ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷൻ ഉള്ളവർക്ക് എത്രയും നല്ലതാണ്. പിന്നെ നല്ലൊരു നാച്ചുറൽ ആൻറ്റി ഓക്സിഡൻറ്റ് കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു സഫേദ് മുസ്ലിക്ക് ഉണ്ട്. അടുത്തതാണ് സിയാ മുസ്ലി അല്ലെങ്കിൽ കാലി മുസ്ലി എന്നൊക്കെ പറയും. മറ്റേ സഫേദ് മുസ്ലി ആണല്ലോ, ഇത് കാലി മുസ്ലി. ഇതിൻ്റെയും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഏകദേശം നമ്മുടെ സഫേദ് മുസ്ലിയെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെയാണ്. സ്റ്റിമുലേറ്റ്സ് സെക്സ്വൽ ഡിസയർ. പിന്നെ നല്ലൊരു ഇതും സഫേദ് മുസ്ലിയെ പോലെ തന്നെ ഇറക്ടൽ ഡിസ്ഫങ്ഷനെ ഇല്ലാതെയാക്കും. സ്റ്റാമിന തരുന്നുണ്ട്. പിന്നെ യൂറിനറി പ്രോബ്ലംസ് ഒക്കെ ഇല്ലാതെയാക്കും. പിന്നെ നല്ല ബോൺസിൻ്റെയും മസിൽസിൻ്റെ ഒക്കെ ആരോഗ്യത്തിന് വളരെ പിന്നെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഇത് പിന്നെ ഈ ഒരു സിയാ മുസ്ലി, അതായത് കാലി മുസ്ലി എന്ന് പറയും. നമ്മുടെ സഫേദ് മുസ്ലിയെ പോലെയുള്ള ഗുണങ്ങളൊക്കെ തന്നെയാണ് ഇതിന്. പിന്നെ നമ്മൾ പറയുന്ന ആയുർവേദത്തിൽ പറയുന്ന വാത പിത്ത ദോഷം ഉണ്ടല്ലോ, അതിനൊക്കെ വളരെ ഉപകാരപ്രദമാണ്. ഓക്കെ. പിന്നെ സെക്സ്വൽ ഡിസ്ഫങ്ഷൻ ഇത് ഒഴിവാക്കി തരുന്നു. പിന്നെ നല്ലൊരു യൂറിനറി പ്രോബ്ലംസ് ഉള്ളവർക്കാണെങ്കിൽ അതിനൊരു നല്ല പരിഹാരമാണ്. പിന്നെ ഒരു നിയോപ്ലാസിൻ എന്ന് പറയുന്ന ഒരു ട്യൂമർ ഉണ്ട്, അത് ഉണ്ടാകുന്നതിൽ നിന്നും നമ്മുടെ ബോഡിയെ രക്ഷപ്പെടുത്തുന്നു. പിന്നെ ഇത് നമ്മുടെ മസിലിൻ്റെയും ബോണിൻ്റെയും സ്ട്രെങ്ത് കൂട്ടുന്നതാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് നമ്മുടെ സിയാ മുസ്ലിക്കുള്ളത്. അടുത്തത് സുരഞ്ജൻ ഷെറി എന്ന് പറയും, കോൾഷ്യം ലുട്ടേം. അതിൻ്റെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതൊരു നല്ലൊരു പെയിൻ റിലീവറാണ്. ഇത് ആൻറ്റി ട്യൂമറാണ്. നമുക്ക് ട്യൂമർ ഉണ്ടാകുന്നതിൽ നിന്നും നമുക്ക് പ്രിവെൻഷനാണ്. ഇത് ഗ്യാസ് ട്രബിളിന് നല്ലൊരു പരിഹാരമാണ്. മെയിനായിട്ട് റുമാറ്റിസത്തിന് നല്ലതാണ്. കോൺസ്റ്റിപ്പേഷന് നല്ലൊരു പരിഹാരമാണ്. സ്വെല്ലിംഗ് ഇല്ലാതെയാക്കാൻ ഈ സുരഞ്ജൻ ഷെറിന് കഴിവുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സുരഞ്ജൻ ഷെറിൻ്റെ ഗുണങ്ങൾ. സലാം പഞ്ച എന്ന് പറയുമ്പോൾ അതൊരു ഹേർബാണ്. ഇതിൻ്റെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മെയിൽസ് ഇൻഫെർട്ടിലിറ്റി ഇല്ലാതാക്കാൻ ആയുർവേദത്തിൽ പറയുന്നൊരു മരുന്നാണിത് സലാം പഞ്ച. പിന്നെ ഇത് ഏജിനെ ഡിലേ ചെയ്യാൻ വേണ്ടി ഉപകരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ സലാം പഞ്ചക്ക് ഉള്ളത്. മക്കാന എന്ന് പറയുമ്പോൾ അത് ഫോക്സ് നട്ട്സ് എന്ന് പറയും. അതായത് നമ്മുടെ ലോട്ടസിൻ്റെ സീഡാണത്. അതൊരു നല്ലൊരു ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സംഭവമാണ്. ഇതിൻ്റെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ലോ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഫുൾ ഓഫ് മഗ്നീഷ്യവും പൊട്ടാഷ്യവും മാംഗനീസും ഫോസ്ഫറസും പ്രോട്ടീനൊക്കെ ഇഷ്ടംപോലെ ഇതിലുണ്ട്. ഇതിന് പിന്നെ ഹൈ ന്യൂട്രീഷൻ വാല്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പെർഫെക്റ്റായിട്ട് നല്ലൊരു ഹെൽത്തി ഹാർട്ടിനുള്ളൊരു സ്നാക്കായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ നമ്മുടെ മക്കാനയുടെ ഗുണങ്ങൾ.
അടുത്തതായി വർക്ക് നുക്ര എന്ന് പറയും. അതായത് ഒരു സിൽവർ ഫോയിൽ ഉണ്ടല്ലോ, നമ്മുടെ മിഠായിയൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നില്ലേ എഡിബിൾ സിൽവർ ഫോയിൽ, അതാണ് ആ സംഭവം. അതിൻ്റെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് പിന്നെ ഇതിന് നല്ലൊരു അമേസിങ് ഹീലിംഗ് പവറുള്ളൊരു സംഭവമാണിത്. അതുകൊണ്ട് തന്നെയാണ് മിഠായിക്കൊക്കെ ഒരു മേലെ ഒരു കവറായിട്ട് അതിന് കൊടുക്കുന്നത്. ഈ സിൽവർ ഫോയിലിന് ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് വിച്ച് പ്രിവെൻറ്റ്സ് ദ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഇതിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് സുപരിചിതമായിട്ടുള്ള ജിഞ്ചറാണ്. ജിഞ്ചറിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണല്ലോ. അതൊരു നല്ലൊരു പിന്നെ മെഡിസിനൽ വാല്യൂ ഉള്ളൊരു സംഭവമാണ്. ഡൈജസ്റ്റീവിനും പിന്നെ ആൻറ്റി കഫായിട്ട് നമ്മൾ ജിഞ്ചർ ഉപയോഗിക്കുന്നുണ്ട്. അടുത്തതായി നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ള കുങ്കുമപ്പൂവ്, അതായത് സാഫ്രൺ ആണ്. കുങ്കുമപ്പൂവിൻ്റെ ഗുണങ്ങൾ നമുക്ക് ഏറെക്കുറെ അറിയുന്നത് തന്നെയാണ്. ഇതൊരു നല്ലൊരു പവർഫുൾ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഇതൊക്കെ നമ്മുടെ കുങ്കുമപ്പൂവിൻ്റെ ഗുണങ്ങളാണ്. അതിന് ഒരുപാട് ഗുണങ്ങൾ പിന്നെ സ്ട്രെസ് റിലീവറാണ്, പിന്നെ മെയിൽ ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലംസിനൊരു സൊല്യൂഷനാണ്. പിന്നെ ഇത് തേനാണ്, കാട്ടു തേനാണ്. തേനിൻ്റെ ഗുണങ്ങളും നമുക്ക് ഏറെക്കുറെ അറിയുന്നതാണ്. അത് നല്ല ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, സ്ട്രെസ് റിലീവറാണ്, ഫത്തീഗ് ഇല്ലാതാക്കാനും വീക്ക്നെസ് ഫത്തീഗ് അതൊക്കെ ഒഴിവാക്കാൻ പറ്റും. നമുക്ക് സ്ലീപ്പ് ഡിസ്റ്റർബൻസിനെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ കോൾഡ് ആൻഡ് കഫിനും നല്ലൊരു മെഡിസിനാണ് ഹണി. ഇഫക്ട്സ് ഓൺ ഫെർട്ടിലിറ്റി, പിന്നെ ആൻറ്റി ക്യാൻസർ ആണ്. അടുത്തതാണ് ഗുലുഞ്ച. ഇതൊരു ഹെർബൽ മെഡിസിനാണ്. ആയുർവേദിക് മെഡിസിനിലൊക്കെ ഇതിൻ്റെ സ്റ്റെമ്മും റൂട്ടും പിന്നെ ലീവ്സൊക്കെ മെഡിസിനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് പല വിധത്തിലുള്ള കെമിക്കൽസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടൊക്കെ ഇത് വർക്ക് ചെയ്യുന്നതാണ്. ഇതൊരു ഹേർബാണ്. പിന്നെ ഇതിൻ്റെ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് ഇതിന് നല്ല ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. പിന്നെ നല്ല ഇമ്മ്യൂണിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻറ്റി ടോക്സിക് കൂടിയാണിത്. പിന്നെ ആൻറ്റി ആർത്രൈറ്റിക് ആൻഡ് ആൻറ്റി ഓസ്ട്രോപോറോട്ടിക് ഇഫക്ട്സ്, എല്ലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അസുഖങ്ങൾക്കും നല്ലതാണ്. പിന്നെ ആൻറ്റി മൈക്രോബിയൽ ആക്ടിവിറ്റി ഉണ്ട് ഇതിൽ, അതുപോലെ ആൻറ്റി ഓക്സിഡൻ്റ് ആക്ടിവിറ്റിയും ഇതിലുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഇൻഫ്ലമേറ്ററിക്കൊക്കെ വളരെ ഉപകാരപ്രദമാണ് ഈ ഒരു ഗുലുഞ്ച എന്ന് പറയുന്ന സംഭവം. അടുത്തത് ശതാവരി കിഴങ്ങാണ്, ആസ്പാരഗസ് എന്ന് പറയും. അതിന് നല്ല ആൻറ്റി ഓക്സിഡൻറ്റ് എഫക്ട്സ് ഉണ്ട്. പിന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ബൂസ്റ്റ് യുവർ ഇമ്മ്യൂൺ സിസ്റ്റം. പിന്നെ കിഡ്നി ഡിസ്ഫങ്ഷനെ ക്യൂർ ചെയ്യും, കിഡ്നി സ്റ്റോൺസിനെ ഇല്ലാതാക്കും, നല്ലൊരു ആൻറ്റി ഏജിങ് ആണ്. പിന്നെ ഡിപ്രഷനും ഈ ആസ്പാരഗസ് നല്ലതാണ്. അടുത്തത് ത്രിവംഗ ഭസ്മം എന്ന് പറയും. അതിൻ്റെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ ഇതൊരു ആയുർവേദ പ്രിപ്പറേഷൻ. ഈ ത്രിവംഗ ഭസ്മം എന്ന് പറയും. 3 മെറ്റൽ ഭസ്മങ്ങൾ ഒരുമിച്ചതാണ് ത്രിവംഗ ഭസ്മം എന്ന് പറയുന്നത്. അതായത് ലെഡിൻ്റെയും സിങ്കിൻ്റെയും. അപ്പോൾ ഈ ഒരു ത്രിവംഗ ഭസ്മയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇൻഫെർട്ടിലിറ്റിക്ക് ഫുള്ളാണ്. പിന്നെ ഇമ്പോർട്ടൻസി ഇൻ മെയിൽസ്, ബൂസ്റ്റ് ഇമ്മ്യൂണിറ്റി, നൈറ്റ് ഫോള്, രാത്രി വീഴുന്ന അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ നല്ലതാണ്. പിന്നെ യൂറിനറി ഡിസോർഡേഴ്സിനും ഈ ത്രിവംഗ ഭസ്മം വളരെ യൂസ്ഫുള്ളാണ്. അടുത്തതായിട്ട് ബാങ് ഭസ്മം എന്ന് പറയും. അതും ഒരു പിന്നെ ആയുർവേദ വംഗഭസ്മം എന്ന് പറഞ്ഞാൽ അതൊരു പിന്നെ ഇന്ത്യൻ ട്രഡീഷണൽ മെഡിസിനാണ്. അതിനും ഒരു മെറ്റാലിക് പ്രിപ്പറേഷൻ ആണ്. ഈ വംഗഭസ്മയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇംപ്രൂവ്സ് കോംപ്ലക്ഷൻ ആൻഡ് ഫെർട്ടിലിറ്റി. പിന്നെ നല്ലൊരു നൈറ്റ് ഫോളിനുള്ള നല്ലൊരു മെഡിസിനാണ്. പിന്നെ ഇതിന് റെജുവനേറ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇത് പിന്നെ നമ്മുടെ കോംപ്ലക്ഷനെ കൂട്ടാൻ സഹായിക്കുന്നു. ഇറ്റ് ഇംപ്രൂവ്സ് കോംപ്ലക്ഷൻ ആൻഡ് ഫെർട്ടിലിറ്റി. അടുത്തതാണ് ലോഹഭസ്മം. ലോഹഭസ്മം എന്ന് പറയുന്നത് കണ്ടെയ്ൻസ് ഹൈലി അബ്സോർബിൾ എലിമെൻ്റൽ അയൺ മൈക്രോ ഫൈൻ പാർട്ടിക്കിൾസ്. ഓക്കെ, ഇതാണ് ഇതിൽ ഈ അയണിൻ്റെ മൈക്രോ ഫൈൻ പാർട്ടിക്കിൾസ് ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ലോഹഭസ്മം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ലോഹ എന്ന് പറഞ്ഞാൽ തന്നെ ഇതാണ് എന്താ പറയുക, മെറ്റലാണത്. ഓക്കെ, അയൺ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻസിക്ക് വേണ്ടി നല്ലതാണ്. പിന്നെ നൈറ്റ് ഫോളിന് നല്ലതാണ്. പിന്നെ ഡൈജഷനെ ബൂസ്റ്റ് ചെയ്യുന്നു.
പിന്നെ ഡൈജസ്റ്റീവ് എൻസൈമിനെ ഇത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. കാർഡിയോ വാസ്കുലർ ഡിസീസസിനും ഈ ഒരു ലോഹഭസ്മം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ 36 ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ റെഗുലർ പ്രൊഡക്റ്റിലുള്ളത്. അപ്പോൾ നമ്മുടെ പ്രീമിയം പ്രൊഡക്റ്റിൽ നമുക്ക് ഇനിയൊരു 8 എക്സ്ട്രാ ഇൻഗ്രീഡിയൻ്റ് കൂടിയുണ്ട്. അതൊക്കെയാണ് സ്വർണ്ണഭസ്മ, രജതഭസ്മ, ഉലുവ, അശ്വഗന്ധ, നെല്ലിക്ക, കുർക്കുമിൻ. കുർക്കുമിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മഞ്ഞളിൽ അടങ്ങിയിരിക്കും. അത് മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ളതാണ് കുർക്കുമിൻ. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് എക്സ്ട്രാ ഇതിൽ 8 അടങ്ങിയിരിക്കുന്നത്. അതാണ് നമ്മുടെ പ്രീമിയം, നമ്മുടെ ഈ ബയോ ഹിബാർസ് മോർ പവറിൻ്റെ പ്രീമിയം പ്രൊഡക്റ്റിൽ അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ മനസ്സിലായല്ലോ. ഇതിൽ കുറേയൊക്കെ നിങ്ങൾക്ക് അറിയുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. കുറേയൊക്കെ ഒരു പരിചയം ഉണ്ടാവില്ല അല്ലേ, കേൾക്കാത്ത സംഭവങ്ങളൊക്കെ നിങ്ങൾ കേട്ടിരിക്കുന്നത്. ഇത് ആയുർവേദിക് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഇതൊക്കെ മനസ്സിലാവും. നമുക്കതങ്ങനെ ക്ലിയർ അല്ല, മനസ്സിലാവില്ല. അപ്പം ഞാൻ ഈ പറയുന്ന ഓരോ ഇൻഗ്രീഡിയൻറ്റിൻ്റെയും ബെനിഫിറ്റ്സ് എന്താ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാൻ പറ്റും. ഞാൻ അതും കൂടെ വിശദമാക്കി പറയാമെന്ന് വെച്ചാൽ ഈ വീഡിയോ തീരില്ല. ഓക്കെ, ഇനിയിപ്പം നമുക്ക് അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് ഒക്കെ നമുക്ക് എന്തൊക്കെ രോഗങ്ങൾ മാറ്റിത്തരുന്നുള്ള രീതിയിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ ഈ ഒരു മോർ പവർ കഴിക്കുന്നതിലൂടെ നമുക്ക് എന്തൊക്കെ അസുഖങ്ങൾക്കാണ് പരിഹാരം കിട്ടാൻ പോകുന്നുള്ളത് ഇനിയൊന്നും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതും ഈ പറഞ്ഞതുപോലെ തീരില്ല, അൺലിമിറ്റഡ് ആണ്. ഓക്കെ, മെയിനായിട്ട് നമ്മളൊക്കെ പേടിപ്പെടുത്തുന്ന ഭീകരമായ രോഗം മറ്റൊന്നുമല്ല, ക്യാൻസർ തന്നെയാണ്. ക്യാൻസറിന് മോർ പവർ നല്ല ഹെൽപ്ഫുള്ളാണ്. ഇനി അത് വിചാരിച്ചിട്ട് ക്യാൻസറിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലുള്ള ആൾക്കാരോട് മോർ പവർ കഴിച്ചാൽ നിങ്ങൾക്ക് ക്യാൻസർ മാറുന്നൊന്നും പറയണ്ട. അത്രക്കൊന്നും പറയാൻ നമ്മൾ പാടില്ല. പക്ഷേ നമ്മൾ ക്യാൻസറിനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല പല ബുദ്ധിമുട്ടുകൾ നമുക്ക് പിന്നെ റിലീവ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ചെറിയൊരു സ്റ്റേജൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ സെൽസിനെയൊക്കെ നമുക്ക് വീണ്ടും പുനരുജ്ജീവിപ്പിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ക്യാൻസർ പേഷ്യൻസ് മസ്റ്റായിട്ടും ഈ ഒരു പ്രൊഡക്റ്റ് കഴിച്ചിരിക്കണം. അത് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ എന്തായാലും പല രീതിയിലും അവർക്കത് ഗുണം ചെയ്യും. നമ്മളൊന്ന് ചിന്തിക്കേണ്ട വെച്ചാൽ ക്യാൻസറിന് വേണ്ടി ഒരുപാട് ആൻറ്റിബയോട്ടിക്കും എന്താ പറയുക നമ്മുടെ കീമോതെറാപ്പിയൊക്കെ എടുക്കുകയല്ല അല്ലേ. അപ്പോൾ കീമോതെറാപ്പിയൊക്കെ എടുക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയാം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് റിലീവായി കിട്ടും നമ്മൾ ഈ ഒരു പിന്നെ മോർ പവർ കഴിക്കുക എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ഇതിൽ നിന്ന് മാറുന്ന അസുഖങ്ങളെ പറ്റി ഒന്ന് പറയാം. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു മോർ പവർ കഴിച്ചാൽ മാറാൻ പോകുന്ന അസുഖത്തിൻ്റെ മെയിൻ അസുഖം ഞാൻ പറഞ്ഞു, ക്യാൻസർ തന്നെ. ക്യാൻസറിന് നല്ലൊരു പ്രതിവിധിയാണ് കഴിച്ചിരിക്കുക നിങ്ങൾ. പിന്നെ അടുത്തതാണ് സൈലന്റ് കില്ലറായിട്ടുള്ള ഡയബറ്റീസ്. അറിയാലോ ഡയബറ്റീസ് എത്ര ഡേഞ്ചറസ് ആണെന്ന്. ഡയബറ്റീസ് ചില ആളുകൾ ഞാൻ നമ്മുടെ ഈ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റ് പറയാൻ പോകുന്ന സമയം ഞാൻ പറയാറുണ്ട് ഷുഗറിനൊക്കെ നല്ലതാണ്, നിങ്ങൾക്ക് ബ്ലഡ് പ്യൂരിഫിക്കേഷൻ നടക്കും, ഷുഗർ ഡൗൺ ആവും, ഷുഗർ നോർമലാവും. അപ്പം ചില ആളുകളോട് ഞാൻ ഈ പ്രോഡക്റ്റ് പറയാം, ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റ് പറയുമ്പോൾ അവർ പറയും നമുക്ക് അസുഖങ്ങളൊന്നുമില്ല, കുറച്ച് ഷുഗർ മാത്രമേ ഉള്ളൂ. ചിരി വരില്ല കേൾക്കുമ്പോൾ. ഷുഗർ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ എന്താണ് എല്ലാ അസുഖവും വരും 100%. അപ്പോൾ അവർ പറയാം സില്ലിയായിട്ട് എനിക്ക് കുറച്ച് ഷുഗറേ ഉള്ളൂ, അത് മതി, ബാക്കി വന്നോളും, ബാക്കിയെല്ലാം ഇങ്ങനെ വണ്ടി പിടിച്ച് വന്നോളും. അപ്പോൾ ഷുഗർ ആദ്യം മാറ്റേണ്ട ഒരു സംഭവമാണ്. ഷുഗറും വെച്ച് നമ്മൾ ഇരിക്കരുത് ധൈര്യത്തിൽ. ഓക്കെ, അപ്പം നമുക്ക് ഈ ഡയബറ്റീസിന് നമ്മുടെ ഈ ഒരു മോർ പവർ വളരെ ഫലപ്രദമാണ്. പിന്നെ അടുത്തത് അൾഷിമേഷ്യസ്. നമുക്കറിയാം പ്രായമായ ആൾക്കാർക്കൊക്കെ ഈ ഓർമ്മശക്തിൻ്റെ പ്രോബ്ലം വരുന്നത് അൾഷിമേഷ്യസ് എന്നുള്ള ഒരു ഭീകരമായ രോഗത്തിലേക്കാണ് പിന്നീട് പോകുന്നത്. അപ്പോൾ അതിന് നമുക്കൊരു പരിഹാരമാണ് മൈഗ്രെയിൻ. ഞാൻ ഓരോന്നും സ്പീഡിൽ പറഞ്ഞു പോകാം, അല്ലാതെ ഓരോന്നും പറയാന്ന് വെച്ചാൽ സമയം പോകും. മൈഗ്രെയിൻ, സ്പോണ്ടിലോസിസ് എന്ന് പറയുമ്പോൾ എനിക്ക് സ്പോണ്ടിലോസിസ് മാറിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സന്തോഷത്തോടു കൂടി പറയുന്ന സ്പോണ്ടിലോസിസ് മാറും. സ്പോണ്ടിലോസിസ്, സ്കിൻ ഇൻഫെക്ഷൻ. സ്കിൻ ഇൻഫെക്ഷൻ, എൻ്റെ മോൾക്ക് സ്കിൻ ഇൻഫെക്ഷനാണ് മാറിയിരിക്കുന്നത്, കംപ്ലീറ്റ്ലി മാറി എന്നുള്ളത് ഒരു സന്തോഷ വാർത്ത ഞാൻ അറിയിക്കുന്നു. പിന്നെ സ്കിൻ ഡിസീസസ്, തൈറോയിഡ്, രക്തസംബന്ധമായ രോഗങ്ങൾ, രക്തശുദ്ധീകരണം നടക്കുന്നു, ദഹന മലബന്ധ പ്രശ്നങ്ങൾ, പോഷകങ്ങൾ സ്വീകരിക്കാനുള്ള കഴിവ്,
പോഷകങ്ങൾ നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും നമ്മുടെ ശരീരത്തിൽ പോഷകങ്ങൾ ശരിക്ക് അബ്സോർബ് ആകുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പം നമ്മൾ ഈ ഒരു മോർപ്പോർ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ പോഷകങ്ങൾ ശരിയായ രീതിയിൽ സ്വീകരിക്കുന്നുള്ളതാണ്. പിന്നെ ക്ഷീണം, അമിത തളർച്ച ഇതൊക്കെ നമുക്ക് മാറും. പിന്നെ പേശി വലിവ്, മസിൽ പെയിന് ഇതൊക്കെ നമുക്ക് മാറിക്കിട്ടും. പൊള്ളലും അനുബന്ധമായ പ്രശ്നങ്ങൾ അതിനൊക്കെ ഇത് പരിഹാരമാണ്. കാരണം പൊള്ളൽ വരുമ്പോൾ നമുക്ക് എന്താ മുറിവ് ഇങ്ങനെ പഴുപ്പ് ഉണങ്ങാൻ ബുദ്ധിമുട്ട് അങ്ങനത്തെ ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ ഈ മോർപ്പോർ കഴിക്കുമ്പോൾ അതൊക്കെ പെട്ടെന്ന് ഹീലാവാനുള്ള ഒരു പ്രോസസ്സ് നടക്കും. പിന്നെ മുടി കൊഴിച്ചിൽ മാറും. മുടി കൊഴിച്ചിലല്ല 100% മാറും. കാരണം നമ്മുടെ ഡെഫിഷ്യൻസി ഫുൾഫിൽ ചെയ്യുന്നത് നമ്മുടെ ബോഡിയിൽ എന്താണോ ഡെഫിഷ്യൻസി. മോർപ്പവറിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ഡെഫിഷ്യൻസി എന്നല്ല, എന്താണ് ഡെഫിഷ്യൻസി അത് നിങ്ങളുടെ ബോഡിക്ക് കറക്റ്റായിട്ട് അതിൽ പോയി വർക്ക് ചെയ്യുന്നുള്ളതാണ്. അതല്ലാതെ ഇല്ലാത്ത ഡെഫിഷ്യൻസി ഇല്ലാത്തത് അത് ഒരു കുഴപ്പമില്ല. ഇനി ഉള്ള ഡെഫിഷ്യൻസി അത് നോക്കി അവിടെ അത് ഫുൾഫിൽ ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഓരോ അസുഖങ്ങൾക്കും അതൊരു പരിഹാരമാകുന്നത്. അത് മോർപ്പവർ നമ്മളെല്ലാവരും കഴിച്ചിരിക്കണം. ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത് നിങ്ങൾ എന്തായാലും മോർപ്പവർ കഴിച്ചിരിക്കണം. ഇതും കൂടെ ടോട്ടൽ ആകുമ്പോഴാണ് നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരമാകുന്നത്. പിന്നെ നമുക്കൊരു ഡോക്ടറെയും മെഡിസിൻ്റെ ആവശ്യം നമുക്ക് അവിടെ വരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ തലവേദന മാറിക്കിട്ടും, കാഴ്ച ശക്തി തിരിച്ചു കിട്ടും, ചർമ്മ സംരക്ഷണവും സൗന്ദര്യവും ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഓസ്റ്റോപൊറാസിസ് മാറിക്കിട്ടും, പിന്നെ കാൽഷ്യത്തിൻ്റെ അപര്യാപ്തത അത് മാറിക്കിട്ടും, ഫംഗൽ ഇൻഫെക്ഷനുകൾ ക്ലിയറായി കിട്ടും, ബാക്ടീരിയൽ ഇൻഫെക്ഷനുകൾ മാറിക്കിട്ടും, വൈറൽ ഇൻഫെക്ഷനുകൾ നമുക്ക് പൂർണ്ണമായും ഭേദമാക്കാം. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ നല്ലതാണ്, ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്, കരളിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്, ശ്വാസകോശത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. അതായത് ഈ കോൾഡും കഫെല്ലാം ബ്രോങ്കൈറ്റിസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ആളുകൾക്കൊക്കെ നല്ലതാണ്. എനിക്ക് അതിൻ്റെ ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഈ മോർപ്പവർ മതി. നാഡീ വ്യൂഹ വ്യവസ്ഥിതി കറക്റ്റാക്കാൻ വേണ്ടി ഇത് ഉപകരിക്കുന്നു. പിന്നെ ലൈംഗിക ബലഹീനതക്കും ഇത് വളരെ ഫലപ്രദമാണ്. കാരണം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻറ്റും ഓരോരോ കാര്യങ്ങൾക്കുള്ള ഗുണം ചെയ്യുന്നു എന്നുള്ളതാണ്, ഓരോരോ കാര്യങ്ങൾക്ക് ഗുണം ചെയ്യുന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു ടോട്ടൽ പ്രൊഡക്റ്റാണ് നമ്മളുടെ മോർപ്പവർ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മോർപ്പവറിനെ പറ്റി. അപ്പോൾ ഇത് നമ്മൾ എന്തായാലും കഴിച്ചിരിക്കണം എന്നുള്ളതാണ്. അത് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുകയാണ്. നിങ്ങൾ ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ഒരാൾ ഇതും കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ടോട്ടൽ നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങൾ ഡിസീസ് ഫ്രീ ഹെൽത്തി പേഴ്സണായി ഇരിക്കാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറച്ച് യോഗയും പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒന്നും വേണ്ട, ഇത് തന്നെ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ ഞാനിതൊന്ന് ഡോസേജ് കഴിക്കുന്ന രീതി ഞാനൊന്ന് കാണിച്ചു തരാം. വളരെ അപ്പോൾ നമ്മുടെ മോർപ്പവറിൻ്റെ അൺബോക്സിങ്ങിൽ തന്നെ നമുക്ക് തുടങ്ങാം. കുറച്ച് ക്ഷമയോടെ ഇരിക്കണം. ഇതൊന്ന് കത്രികയെല്ലാം എടുത്ത് കട്ട് ചെയ്ത് സാധനം പുറത്തെടുക്കാൻ നല്ല പണിയുണ്ട്. നല്ല ഹെവി പാക്കിംഗ് ആണ്. കാരണം ഞാനിക്ക് ജാർഖണ്ഡിലേക്ക് ഡെലിവറി ആയ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് പൊളിച്ചെടുത്ത് ഇതിൻ്റെ ഉള്ളിലെ ഡബ്ബകളൊക്കെ പുറത്തെടുക്കാൻ കുറച്ച് വെയിറ്റ് ചെയ്യണം. അപ്പം ഞാൻ വീഡിയോ പോസ് ചെയ്ത് ഞാൻ കട്ട് ചെയ്ത് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ പേര് പ്രൊഡക്റ്റ് വന്നിരിക്കുകയാണ്. മിറർ ഇമേജ് ആണോ എന്നറിയില്ല, എൻ്റെ പേര് കാണാം നിങ്ങൾക്ക് ഇതിൻ്റെ വല്ല ലീന സുജിത്ത്. ജാർഖണ്ഡിലാണ് പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പാക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര പാക്കിംഗ് ആണ്. മിറർ ഇമേജ് ആണെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്ത് തരുന്നുണ്ട്. മോർപ്പവർ ഇതാണ് പാക്ക്. ഡിസ്റ്റൻസ് എന്ന് കാണിച്ചാൽ ഇതാണ് സംഭവം. ഭയങ്കര ഹെവി പാക്കിംഗ് ആണ്. ഇത് പൊളിക്കാൻ എനിക്ക് കുറച്ച് സമയം എടുക്കുന്നതാണ്. ഞാൻ പോസ് ചെയ്ത് കാരണം ഇതിൻ്റെ ചില പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾക്ക് കാണാം, പാക്കിംഗ് ഒക്കെ പുവറായിരിക്കും അല്ലേ. ഇത് ഇവിടെ വരെ എത്തണ്ടേ, അതുകൊണ്ട് നല്ല ഹെവി പാക്കിംഗ് ആണ്. ഞാൻ പോസ് ചെയ്ത് പൊളിക്കുന്ന കാണിച്ചു തരാം. ഓക്കെ, എവിടെ നിന്ന് തുടങ്ങണം തന്നെ അറിയില്ല. ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റും അതുപോലെ തന്നെ പൊളിക്കുമ്പോഴേക്ക് എൻ്റെ കഥ കഴിഞ്ഞു പോകാറുണ്ട്. എവിടെ തുടങ്ങണം എന്നറിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇത് പൊളിക്കുക എന്ന് പറഞ്ഞാലൊരു ടാസ്ക്. ബയോമാഗ്നറ്റിക് എല്ലാം പൊളിക്കുമ്പോൾ പേടിയാണ്. നമ്മൾ കത്രിയൊന്നും വെച്ച് പെട്ടെന്ന് കട്ടായി പോകരുതാണ്. നല്ല പണിയാണ്. എൻ്റെ എന്താ പറയുക, ഇത് മോർപ്പവർ കഴിച്ചിട്ട് ആരോഗ്യം തിരിച്ചെടുക്കണം. ഇത് കട്ട് ചെയ്ത് കഴിച്ച് അത്രയും കഷ്ടപ്പാടാണ് ഇത് തുറക്കാൻ. എൻ്റെ ഈശ്വര, ചെറിയ കത്രിയോണ്ട് ഉള്ളതൊന്നും പറ്റില്ല. അതാ ഞാൻ പറഞ്ഞ വീഡിയോ പോസ്റ്റ് ചെയ്ത് കാണിച്ചില്ലെങ്കിൽ ഒരു രക്ഷയും. ഞാനിത് പൊളിച്ചിട്ട്
വീഡിയോ എടുക്കുമോ? നിങ്ങളാരെങ്കിലും വരട്ടി വരും ഇത് പൊളിച്ചു തരാൻ പറ്റും. ഞാനിപ്പോൾ വേർത്ത് കുളിച്ച് പോകും. പുറത്തുള്ള അവസ്ഥ കഴിഞ്ഞു. ഇനി അടുത്തത് എൻ്റെ ചാക്ക് പൊളിക്കണമല്ലോ ഭഗവാനെ. ഈ റെഡ് ചാക്ക് പൊളിക്കണേ. റെഡ് ചാക്കിന് പുറത്തെന്തോ ഇല്ല. കയ്യിൽ റിസ്റ്റ് പാഡ് ഉണ്ട് കേട്ടോ, സ്ട്രെങ്ത്തിന് വേണ്ടി. അങ്ങനെ തളരാൻ തയ്യാറല്ല. കുളിച്ചെടുക്കാൻ നമ്മളിന്ന് പാടും. രണ്ടാമത്തെ ഇനി അതുമായിരിക്കും ഈ രൂപത്തിലായി. മൂന്നാമത്തെ ഇനി അതൊക്കെ വൃത്തിയാക്കേണ്ട പണിയാണ്. കണ്ടില്ല, എല്ലാം ഫ്ലോറിൽ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ക്ലീൻ ആക്കാരാ, ഞാൻ തന്നെ ചെയ്യണ്ടേ? ഇതെല്ലാം കിടക്കുന്നുണ്ട് നിലത്ത്. ഇവിടെ അത് നിലത്ത് കിടക്കുന്നുണ്ട്. അമ്മേ, ഈ പെട്ടി പൊളിക്കണം. പെട്ടി അവിടെ നിന്നാണ് തുടങ്ങുന്നത്. പെട്ടിക്കും ഒരു സെല്ലോ ടേപ്പൊക്കെ ഇട്ടിട്ടുണ്ട്, ഇൻസുലേഷൻ ടേപ്പ്. അയ്യോ, എൻ്റെ ഡസ്റ്റ് ബിന്നിന് നല്ല പണിയായി. അമ്മ ഇതിൽ വീണ് ഇത് കണ്ടില്ല, അടുത്തത് കെട്ടക്കെട്ട നിലത്ത് എന്തോ വീണു. എൻ്റെ അമ്മ ബ്രേസ്ലെറ്റ് ആണല്ലേ, ഒരു നല്ല അടിപൊളി അതിൻ്റെ അകത്ത് ബ്രേസ്ലെറ്റ് തന്നിട്ടുണ്ട്, ഗോൾഡ് പ്ലേറ്റ്. ഓക്കെ, നല്ലൊരു ബോക്സൊക്കെ ഉണ്ട്. ബ്രേസ്ലെറ്റ്, 2 ബ്രേസ്ലെറ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഫുൾ പാക്കേജ് പ്രീമിയം പ്രോഡക്റ്റാണ് എടുത്തത്. അപ്പോൾ എനിക്ക് ബ്രേസ്ലെറ്റ് ഉണ്ട്, കിട്ടിയിട്ടുണ്ട് 2 ബ്രേസ്ലെറ്റ്. ഇത് മാഗ്നറ്റില്ല, നമുക്ക് സ്റ്റൈലിനിട്ട് അടക്കാം. എന്നാലും എന്താ നല്ല ഗോൾഡ്, നല്ല പത്രാസിൽ. ഇത് ജെൻസിൻ്റെതും ഒന്ന് ലേഡീസിൻ്റെതുമായിട്ട് അങ്ങനെ 2 എണ്ണമാണ് ഉള്ളത്. ഓക്കെ, ബ്യൂട്ടിഫുൾ, സ്റ്റൈലിട്ട് നടക്കാം. അപ്പോൾ അത് നമ്മുടെ ഈ പെട്ടിയിൽ തന്നെ പോട്ടെ. എന്താണ് സാഗർ ജോഷിൻ്റെ പാക്കിംഗ് ഒക്കെ. അപ്പോൾ അതൊരു ബോക്സിൽ അവിടെ നിൽക്കട്ടെ, ആർക്കെങ്കിലും ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാം. ഓൾറൈറ്റ്. അപ്പോൾ ഇനിയാണ് നമ്മുടെ മോർ പവർ വരുന്നത്. ഇതേ കാണാൻ പറ്റുന്നുണ്ടോ? വീഡിയോയുടെ റിഫ്ലക്ഷനാണ് വരുന്നത്. 100% നാച്ചുറൽ കാണുന്നുണ്ടല്ലോ. ഇത് പ്രീമിയമാണ്, പ്രീമിയം. ഈ ബാർസ് വിനയ് ബാർസ് മോർ പവർ പ്രീമിയം പ്രോഡക്റ്റ്. എല്ലാ ഭാഗവും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും വായി കഴിച്ചിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഒന്നൊന്നുമില്ല. പിന്നെ കാണിക്കാനുള്ളത് ഈ ഭാഗത്താണ്. ആണെന്നുണ്ടോ? ഇതിലൊക്കെ വിശദമായി എഴുതിയിട്ടുണ്ട്. വിശദമായി നിങ്ങൾ വായിച്ചു പോവുക. 10 grams അടങ്ങിയിരിക്കുന്ന കോമ്പോസിഷനാണ് ഇവിടെ ഈ കൊടുത്തിരിക്കുന്നത്. വായിക്കാനൊന്നും അത്ര പറ്റില്ല. ഓക്കെ, അതാണ് അവിടെ വിശദമായി സാഗരം എസ്സേ പോലെ എഴുതി വെച്ചാട്ടില്ല. അതിൽ സജസ്റ്റഡ് യൂസൊക്കെ ഇവിടെ ഉണ്ട്, അതൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ പറയുന്ന ഡയറക്ഷൻസ് അനുസരിച്ചിട്ട് 5 gram 2 to 3 times a day എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ വളരെ അസുഖമുള്ള ആൾക്കാരൊക്കെ കഴിച്ചാൽ മതി. കമ്പനി നമ്മളോട് പറയുന്നത് വെച്ചാൽ 2 gram ഏർലി മോർണിംഗ് ഓർ ഈവനിങ്. അത് നിങ്ങളെ പ്രിഫറബിൾ, നിങ്ങൾക്ക് ഏതാ സമയം എന്ന് വെച്ചാൽ. കുറച്ച് ഭക്ഷണം കഴിക്കാത്ത സമയമായിരിക്കണം, വയറ് കാലിയായിട്ടുള്ളൊരു സമയം നോക്കിയിട്ട് നമ്മൾ 2 gram കഴിച്ചാൽ മതി. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ കഴിക്കുന്ന. അതിൻ്റെ ഒരു ഡോസ് ഞാൻ എന്തായാലും കാണിച്ചു തന്നെ തരാം. ഇവർ പറഞ്ഞാൽ 2-3 പ്രാവശ്യം ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. 2 gram വെച്ചിട്ട് ഒന്നുകിൽ രാവിലെ ഒന്നുകിൽ വൈകുന്നേരം. പിന്നെ ഒരുപാട് അധികം അസുഖമുള്ള, അതായത് ക്യാൻസറൊക്കെ ഉള്ള ആൾക്കാർ, അത് ഒരുപാട് അസുഖങ്ങളായിട്ട് വിഷമിക്കുന്ന ആൾക്കാർ 2 നേരം കഴിച്ചോ എന്നാണ് ഞാൻ പറയുന്നത്. 2 gram രാത്രി, 2 gram രാവിലെയും കഴിച്ചോളൂ. 5 gram ആയിട്ട് തന്നെ കഴിച്ചോളൂ. ഓക്കെ, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ ബയോമാഗ്നറ്റിക് ഒക്കെ യൂസ് ചെയ്ത് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർ രാവിലെ ഒരു നേരം കഴിച്ചാൽ മതി. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം രാവിലെ ഞാനൊരു 2 gram കഴിക്കാൻ പോകുന്നുള്ളൂ, വൈകുന്നേരം അവോയ്ഡ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ജോയിൻറ്റ് പെയിനും കാര്യങ്ങളൊക്കെ ഉള്ളവർ നിങ്ങൾ 2 നേരം കഴിച്ചോളൂ. ഓക്കെ,
പിന്നെ 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 ഇത് കഴിക്കുമ്പോൾ ചിലവർ അസിഡിറ്റി ഉണ്ടെന്ന് പറയുന്നുണ്ട്. അവർക്ക് വേണ്ട ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ അത് ഞാൻ പറഞ്ഞുതരാം, ഡോസേജ് പറയുമ്പോൾ പറയാം. നിങ്ങൾ പിന്നെ എന്താ പറയുക, കക്കിരിക്കയില്ലേ, കക്കിരിക്ക, കുക്കുംബർ, അത് വെള്ളമൊന്നും ഒഴിക്കാതെ അതിൻ്റെ ഡയറക്റ്റ് ജ്യൂസ് അടിച്ചിട്ട് നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആസിഡിറ്റി ഇഷ്യൂ ഒഴിവാക്കാം. പിന്നെ വല്ലാത്തൊരു ആസിഡിറ്റിൻ്റെ വേണമെങ്കിൽ ഡൈജീൻ അങ്ങനെയുള്ള സംഭവം കഴിക്കാം, കുറച്ച് മാത്രം. ചില ആൾക്കാർക്ക്, എല്ലാവർക്കൊന്നും ഇല്ല, ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അവർക്കുള്ള സൊല്യൂഷനാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കക്കിരിക്ക ആൽക്കലൈൻ ആക്കിയാൽ മതി, അത് ജ്യൂസ് കുടിച്ചിട്ട് കേട്ടോ, അത്ര തന്നെ. പിന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചൂടുവെള്ളം കുടിക്കണം, മസ്റ്റാണ്. ലൂക്ക് വാം വാട്ടർ നമ്മൾ ഇതിൻ്റെ പിറകിൽ കുടിച്ചിരിക്കണം. അതായത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചൊന്ന് ബോഡി വാം ആവണം. ചെറിയൊരു എക്സസൈസ്, ഒന്ന് നടക്കുക. ഇപ്പം നൈറ്റിലൊക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മളൊന്ന് ബോഡി ഒന്ന് വാം ആവുന്ന കാര്യങ്ങൾ നടന്നിട്ട് കുറച്ച് നടന്നാൽ മതി. അപ്പോൾ തന്നെ കഴിച്ച ഉടനെ കിടക്കാതെ കുറച്ച് നേരം ബോഡി വാം ചെയ്ത് ചൂടുവെള്ളം, ചൂട് പാല് അല്ലെ ചൂടുവെള്ളം ഇതൊക്കെ കുടിച്ചിട്ട് ഒന്ന് ബോഡി വാം ആവണം. അത് വളരെ ശ്രദ്ധിക്കണം. അത് കഴിച്ച ഉടനെ കിടന്നുറങ്ങരുത്. പിന്നെ രാവിലെ കുഴപ്പമില്ല, രാവിലെ നമ്മൾ വെറും വയറ്റിൽ ആ ഒരു പല്ല് തേക്കാത്ത വായിൽ നമ്മൾ ആ സലൈവയിൽ നമ്മളിത് നുണച്ചിറക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ നുണച്ചിറക്കുമ്പോൾ പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി പിന്നെ നമ്മൾ രാവിലെ ഓരോ ഡ്യൂട്ടികളിൽ ഇടപെടുമല്ലോ. അപ്പം പിന്നെ നമ്മുടെ ബോഡി അങ്ങനെ തന്നെ വാം ആയിക്കോളും. ഓക്കെ, ഇതിൻ്റെ അൺബോക്സിങ് ഇപ്പോഴും പറഞ്ഞിട്ടില്ല, ഇപ്പോഴും സംസാരത്തില്ല. ഓരോരോ പാക്ക് ഇതെല്ലാം ഇൻക്ലൂഡിങ് ആണല്ലോ ഓരോ പാക്കിങ്. അതും അവിടെ കിടക്കട്ടെ. ഇനി വരുന്നത് അമ്മ പെട്ടെന്ന് അങ്ങ് തുറന്നുപോയി. ഇതാണ് സംഭവം. എങ്ങനെ തുറക്കണം? ബോട്ടിൽ ചിലപ്പം വീണ് പോവും. ഇതിൻ്റെ അകത്തൊരു ഇതിലൊക്കെ വിശദമായി ഉണ്ട്, നിങ്ങൾ കിട്ടുന്ന സമയത്ത് വായിച്ചോളൂ. ഞാൻ പിന്നീട് വായിക്കും, നിങ്ങൾക്ക് വായിച്ച് കളിപ്പിക്കാനൊന്നും ഞാൻ ഉദ്ദേശമില്ല. അപ്പം ഇതാണ് സംഭവം. ഞാൻ വീഡിയോ താഴേക്ക് കാണിച്ചു തരാം. ഞാനത് മേലോട്ടാക്കുമ്പോൾ ചിലപ്പോൾ ഇതെല്ലാം ചരിഞ്ഞങ്ങ് വീഴും. ഓക്കെ, എനിക്ക് ഇങ്ങനെ കാണിച്ചു തരാം. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓരോ 30 ഗ്രാമിൻ്റെ ഓരോരോ ബോട്ടിൽ വരുന്നുണ്ട്. അത് ഞാൻ എടുത്ത് കാണിക്കാം. ഇങ്ങനെയാണ് ഡബ്ബ ഉള്ളത്. ഇങ്ങനെയാണ് ഡബ്ബ ഉള്ളത്. പിന്നെ ഇതാണ് 300 ഗ്രാമിൻ്റെ ബോട്ടിൽ. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, സാമ്പിളായി നമുക്കിത് MRPയിൽ വിൽക്കാം, നമുക്ക് റീസെയിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ അത് കഴിക്കാം എന്നുള്ളതാണ്. നല്ല ഗോൾഡൻ കളറുള്ള സ്പൂണൊക്കെ തന്നിട്ടുണ്ടില്ല. ഞാനിത് നിങ്ങൾക്ക് കഴിക്കുന്ന അളവ് കാണിക്കാൻ വേണ്ടി ഒരു സ്പൂണൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതാ ഒരു സ്പൂണ് കൊടുത്തിരിക്കുകയാണ് ഗോൾഡൻ കളറിൽ. കണ്ടല്ലോ, ഡബ്ബ ഇതാണ്. ഇങ്ങനെയാണ് ഉണ്ടായത്. ഞാനിത് ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്, കണ്ടില്ല? ഇതാണ് സംഭവം. ബാക്കി ഞാൻ നേരിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് 30 ഗ്രാമിൻ്റെ ചെറിയ 6 ബോട്ടിലുണ്ട്. ഓക്കെ, ഓരോന്നും ഞാൻ കാണിക്കുന്നില്ല. 6 ബോട്ടിൽ നിങ്ങൾക്ക് ഡബ്ബയിൽ ഡയറക്റ്റ് കണ്ടതാണല്ലോ. 6 ചെറിയ ബോട്ടിൽസാണ്. ഓക്കെ, പിന്നെ അതിൻ്റെ കൂടെ 300 ഗ്രാമിൻ്റെ ബിഗ് ബോട്ടിൽ ഉണ്ടല്ലോ. 300 ഗ്രാമിൻ്റെ ബിഗ് ബോട്ടിൽ, നല്ല പാക്കിംഗ് ഒക്കെയാണ്. ഇനി ഞാനിത് കഴിക്കുന്ന ഡോസേജ് എന്തായാലും കാണിച്ചു തരാം. ഇതാണ് ഞാൻ കഴിക്കുന്ന കാണിച്ചത്. ഇനിയിപ്പോൾ ഇതും ഒരു പൊളിക്കലുണ്ട്. പിന്നെ അതിൻ്റെ മുന്നേ വേറൊരു കാര്യം കാണിക്കാറുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സാഗർ ജോഷി വിനയ് ഹിബാർസിൻ്റെ മോർ പവറിൻ്റെ മേലെ എക്സ്ട്രാ ഓർഡിനറി ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. ഇത് കഴിക്കുന്നവർക്ക് അറിയാൻ പറ്റും ഞാൻ എന്താ പറഞ്ഞു വരുന്നത് എന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ അറിയാലോ, നമ്മുടെ സാഗർ ജോഷി എന്തിലാണ് ഫേമസ്? ഒബ്വിയസ്ലി ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റ് അല്ലേ? അപ്പം പിന്നെ നമ്മുടെ മോർ പവറിന് ഒന്നും കൂടി സ്ട്രോങ് ആക്കാൻ, എക്സ്ട്രാ മോർ പവർ ആക്കാൻ വേണ്ടി സാറിത് അടിയിൽ മാഗ്നറ്റ് പിടിപ്പിച്ചിട്ടുണ്ട്. സാറിൻ്റെ മാസ്റ്റർ പീസായ മാഗ്നറ്റ് ഇവിടെ താഴെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് കൊടുത്തിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ കട്ട് ചെയ്താൽ കാണാം. കാരണം ഈ ഒരു മാഗ്നറ്റിസം കൂടി നമ്മുടെ ഈ ഒരു
മോർപ്പറിലെ ഇതിലേക്ക് കടന്നു വരുന്നുണ്ട്, അതിൻ്റെ ഗുണം കൂടെ. ഓക്കെ, അപ്പോൾ ഡബിൾ പ്രൊട്ടക്ഷനായി നമുക്ക്. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാഗ്നറ്റ് പൊട്ടിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം ഞാൻ പൊളിക്കാൻ പോകുന്നില്ല, ഇപ്പോൾ ഇത് എനിക്ക് ആവശ്യമാണല്ലോ. അപ്പം നമ്മുടെ ഇതൊന്ന് ഏതായാലും കമ്പനിയുടെ ഗോൾഡൻ സ്പൂൺ ഞാൻ എടുക്കുന്നില്ല, അതിന് കഴുകുകയൊക്കെ ചെയ്യാതെ നമുക്ക് സേഫ് അല്ലല്ലോ. അപ്പം നമുക്ക് വീട്ടിലെ സ്പൂണ് തന്നെ ഞാൻ കാണിക്കാം. പെട്ടെന്ന് തുറന്നു വന്നു കേട്ടോ, നമ്മുടെ അച്ചാർ കുപ്പിയില്ല അതുപോലെ. കണ്ട സാധനം കണ്ട ബാമ്പു പോലെ ഇല്ലേ. ഇവിടെ വീഡിയോ ഡയറക്റ്റ് കണ്ടോളൂ. എന്തൊക്കെയാണ് ഈ പറയുന്ന സാധനങ്ങളൊക്കെ വിസിബിളായിട്ട് കാണാം. നോക്കുക അതിൻ്റെ ഒരു ക്വാളിറ്റി. അപ്പോൾ ഇനിയിപ്പോൾ കഴിക്കുന്നത്, ഞാനിത് ഓൾറെഡി കഴിച്ചു കഴിഞ്ഞത്. ഒരു ഡബ്ബ ഞാൻ കഴിച്ചത് കാലിയായത് ഇവിടെ ഉണ്ട്. അതെ, ഒരു മിനിറ്റ് കാണിച്ചു തരാം. ഒരു ട്രയലൊക്കെ 30 ഗ്രാം ഞാൻ ഓൾറെഡി കഴിച്ചു കഴിഞ്ഞതാണ്. കണ്ടില്ല, കഴിച്ച് കാലിയാക്കിയ ഡബ്ബയാണ്. കണ്ടില്ല, മാഗ്നറ്റ് ഉണ്ട് ഇതിൻ്റെ അടിയിൽ. അപ്പോൾ പിന്നെ നമുക്കിതിൻ്റെ ടേസ്റ്റൊക്കെ അറിയാം. അപ്പം ഞാൻ കഴിച്ചുകൊണ്ട് ഏതായാലും നിങ്ങൾക്ക് പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ കഴിക്കുന്നത്. ഞാൻ ഉപയോഗിക്കാൻ ഈ സ്പൂണിൻ്റെ ബാക്ക് സൈഡാണ് ഞാൻ ഉപയോഗിക്കാറ്. സ്പൂണിൻ്റെ ഇത്രയൊന്നും വേണ്ട, 2 ഗ്രാമല്ലേ വേണ്ട. ഒരു പീനട്ടിൻ്റെ അത്ര വലിപ്പത്തിലേ കഴിക്കണ്ടുള്ളൂ. അപ്പോൾ ഞാനിതിപ്പോൾ രാവിലെ എം ടി സ്റ്റൊമക്ക് കഴിക്കണം. ഇപ്പോൾ സമയം ഉച്ച 1:30-2:30 എന്നാലും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് ഈ സ്പൂണിൻ്റെ ബാക്കോട്ട് ഒരു കുറച്ച് തോണ്ടിയെടുക്കാം. ഒരു 2 ഗ്രാം എന്നൊക്കെ പറയുമ്പോൾ, ഒരു പീനട്ടിൻ്റെ വലിപ്പം എന്നൊക്കെ പറയുമ്പോൾ ഇത്ര മതി. കണ്ടില്ല, ഇതിപ്പോൾ ഞാൻ സൂമൊക്കെ ആക്കി കാണിക്കുന്നതുകൊണ്ട് എനിക്ക് കുറേ തോന്നുന്നുണ്ടാവും. അത്രയൊന്നുമില്ല, ഒരു കുറച്ചേ ഉള്ളൂ. കണ്ടില്ല, ഇത്രയും എടുക്കണ്ടുള്ളൂ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം ഒരു സീഡാണ് ഇതിൽ വന്നിരിക്കുന്നത്. നമ്മുടെ പംകിൻ സീഡോ അങ്ങനത്തെ എന്തോ സീഡ് കണ്ടില്ല, വെള്ള കളറിൽ കാണുന്നതാണ്, ഒരു വൈറ്റ് കളറിൽ. ഇത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, രാവിലെ നമ്മൾ പല്ല് തേക്കാത്തത് എപ്പോഴും നമ്മുടെ ആ ഒരു ഉമിനീരിൽ പിന്നെ ചേർത്ത് കഴിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ രാവിലെ ബ്രഷ് ചെയ്യാതെ തന്നെ, അതായത് രാത്രി ഉറങ്ങുമ്പോൾ നമ്മൾ ബ്രഷ് ചെയ്യണം. അപ്പോൾ രാവിലെ എണീച്ച ഉടനെ ബ്രഷ് ചെയ്യാതെ വായിൽ നമ്മൾ എന്ത് ചെയ്യുക, വായിലൊക്കെ നല്ല ടേസ്റ്റാണ്. ചെറിയൊരു കയ്പ്പ്. ബാക്കി ഇതിൻ്റെ സ്വീറ്റ് എന്നെല്ലാം പറയുന്നത് നാച്ചുറൽ, നമ്മുടെ ഹണിയൊക്കെ ഉണ്ടല്ലോ. ഇത് ജസ്റ്റ് നാവിൻ്റെ വേണം വിട്ടേക്കുക. ഇനി എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നാവിൻ്റെ വേണം വെറുതെ വിട്ടേക്കുക. നമ്മൾ ഉമിനീര് കൊണ്ട് വേണം അതെന്താവാൻ, ഇങ്ങനെ ഡിസോൾവ് ആവണം. അങ്ങനെ വേണം കഴിക്കുക. അല്ലാതെ അപ്പം തന്നെ ഇറക്കുക, വിഴുങ്ങുക, വെള്ളം കുടിച്ച് ഗുളിക കഴിക്കുമ്പോൾ അങ്ങനെയല്ല ഇത്. കേൾക്കും കഴിഞ്ഞ ഉമിനീരിൽ മെല്ലെ 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 ടൈം എടുത്തിട്ട് നമ്മൾ പറയാൻ വെച്ചാൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് വായിലവിടെ കിടക്കട്ടെ. തന്നാലെ അതങ്ങ് ഡിസോൾവ്. നമ്മളിപ്പോൾ ലോസഞ്ചസ് കഴിക്കുന്നില്ല, അത് ലോസഞ്ച്, അതായത് വിക്സ് മുട്ടായി, ഈ കോൾഡിന് കഴിക്കുന്ന അതൊക്കെ അങ്ങനെ പറയുന്നില്ല. നമ്മൾ ഉമിനീരായിട്ട് മെല്ലെ മെല്ലെ ചേർന്നും കൊണ്ട് കഴിക്കണം എന്ന് പറയുന്നില്ല. അതേപോലെ തന്നെ ഇതിപ്പം ഞാൻ ഈ വീഡിയോ എടുക്കൊണ്ടാണ് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ കഴിച്ചു തന്നിരിക്കും. ഇപ്പം രാവിലെ ആകുമ്പോൾ നമുക്ക് സമയമെടുത്ത് മെല്ലെ മെല്ലെ കഴിച്ചാൽ. പിന്നെ ഇത് തിന്നു കഴിഞ്ഞ ഉടനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ചായ കുടിക്കുകയോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. അത് വളരെ സ്ട്രിക്റ്റാണ്. 1 മണിക്കൂറാണ് കഴിയട്ടെ, അരമണിക്കൂറാണ് പറയുന്നത്. സാരമില്ല, ഏർലി മോർണിംഗ് ഒക്കെ നമ്മളിത് കഴിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ അത്ര സമയം കൊണ്ട് എന്ത് കഴിക്കാൻ, എക്സസൈസൊക്കെ ചെയ്യേണ്ടവർ അതൊക്കെ ചെയ്തോ. നടക്കാൻ പോകുന്നത് നടക്കാൻ വീഴ്ക്കാം. പംകിൻ്റെ സീഡൊക്കെ എൻ്റെ വന്നു കണ്ടില്ല അതിൻ്റെ അകത്ത്. എന്താ പറയുക, ചവച്ചരച്ച് തിന്നു തന്നെ. ഒന്നും ഇതിൽ തുപ്പാനൊന്നുമില്ല, കംപ്ലീറ്റ് നമ്മൾ സ്വോളോ ചെയ്യാം. എല്ലാം സംഭവം എല്ലാം നല്ലതാണ്, ഒന്നും ഇതിൽ കളയാനൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ സംഭവം. അതിപ്പോൾ എൻ്റെ സലൈവയിൽ കൂടെ അത് അതിൻ്റെ ഇതെല്ലാം ലേഹ്യമെല്ലാം പോയി ബാക്കി വന്നതാണ് ചവച്ച് അരച്ചങ്ങ് ഇറക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. എന്താ ഇതിന് ബുദ്ധിമുട്ടുള്ളത്? വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ ഇതങ്ങ് കഴിക്കുക. നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ ഡെഫിഷ്യൻസിയും അങ്ങോട്ട് കംപ്ലീറ്റ്ലി ഫുൾഫില്ലാവും. എന്ത് ഡെഫിഷ്യൻസിയാണ് നിങ്ങളുടെ ബോഡിക്കുള്ളതെന്ന് നമുക്കറിയില്ല. ഏത് ഡെഫിഷ്യൻസി ആയാലും അത് നേരിട്ട് പോയി അതിന് ഹിറ്റ് ചെയ്യുന്നുള്ളതാണ്, അവിടെ പോയി അത് ഫുൾഫിൽ ചെയ്യുന്നതാണ്. പിന്നെ വേറെ എന്ന് പറയാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഒരു ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് അതാണ്. 300 ഗ്രാം ബോട്ടിൽ ഉണ്ടല്ലോ,
ഞാനിപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി സാമ്പിൾ എടുത്തു. ഞാനിത് ആദ്യം ഇതാ കഴിക്കാൻ പോകുന്നത് 300 ഗ്രാമിൻ്റെ ബോട്ടിൽ. എന്തിനാണെന്നറിയോ? ഈ ഒരു ഡോസേജ് നമ്മൾ ഒരു മെല്ലെ മെല്ലെ ഓരോ 2 ഗ്രാം വെച്ച് കഴിക്കുമ്പോൾ കുറേ എത്തുമല്ലോ. എനിക്കൊന്നൊരു 3 മാസമെല്ലാം കഴിക്കാൻ എത്തും തോന്നുന്നത്. ഇതിൻ്റെ മേലെ ഈ ഒരു പാക്കറ്റാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ വലിയൊരു സ്റ്റിക്കർ ഒട്ടിച്ചാന്ന് തോന്നുന്നുണ്ട്. വലിയ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് വെച്ചതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ചെയ്ത് മുഴുവൻ കഴിക്കാൻ പോകുന്നത്. ഇത് ഒരു 3 മാസം കൊണ്ട് കഴിക്കണം തോന്നും. ഇത് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാ ഞാൻ ഡോസേജിൻ്റെ കാര്യം പറഞ്ഞത്. നമ്മളൊരു 3 മാസത്തേക്ക് കഴിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. 3 മാസമൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ഡെഫിഷ്യൻസി ഒക്കെ ഫുൾഫിൽ ആവും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നു അതിനൊരു മെയിൻറ്റെയിൻ ചെയ്താലാണല്ലോ നമുക്ക് എപ്പോഴും അത് ബോഡിക്ക് ഹെൽത്തി ആയിട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു 3 മാസമൊക്കെ കഴിഞ്ഞാൽ ഒരാഴ്ചയിൽ 1 തവണ എന്നൊക്കെ ഉള്ള രീതിയിൽ കഴിച്ചാൽ മതി. അന്നേരം നമുക്ക് എന്ത് ചെയ്യാം, ഈ 30 ഗ്രാമിൻ്റെ ബോട്ടിലൊക്കെ എടുത്തിട്ട് അന്നേരം ഉപയോഗിക്കാം. അതല്ല നിങ്ങൾക്ക് ഇതിനെ MRPയിൽ സെയിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പം അത് കഴിച്ചവർക്ക് അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് മനസ്സിലാവും. നിങ്ങൾക്ക് സാമ്പിളായിട്ട് ഇത് സെല്ല് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഓർഡർ ചിലപ്പം എന്തായാലും വരും. കഴിച്ചവർക്ക് അതിൻ്റെ ഗുണം മനസ്സിലാവും. അപ്പോൾ അതല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പേഴ്സണലായിട്ട് കഴിക്കാൻ വാങ്ങുകയാണെങ്കിൽ ആദ്യം 300 ഗ്രാമിൻ്റെ കഴിച്ച് കംപ്ലീറ്റ് ആയി ഒരു 3 മാസമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ ചെറിയ ബോട്ടിലും കഴിക്കാം. പിന്നെ ഇങ്ങനെ ഇടയ്ക്കൊന്ന് വാങ്ങിയാൽ മതി. നമുക്കിപ്പോൾ ഈ പർച്ചേസിങ്ങിലൊക്കെ 30 ഗ്രാം ബോട്ടിൽ ഈസി ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ. അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീഡിയോയിൽ ഇന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനിയൊന്നും പറയാനില്ല. ഇനി അടുത്തത് എന്താ പ്രൊഡക്റ്റ് വരുന്നതെന്ന് വെച്ചാൽ അത് ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ നമുക്ക് വരാനുള്ളത് eBio നാച്ചുറൽസ് ആണ്. അത് വന്നു കഴിയുമ്പോൾ അതിൽ നിന്നൊരു 2-3 പ്രൊഡക്റ്റ് വാങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മേ ബി ഞാൻ വാങ്ങുകയാണെങ്കിൽ അതെന്തായാലും ഞാൻ അൺബോക്സിങ് കാണിക്കാം. അത് ടാബ്ലറ്റ്സ് ആണ്. അതിനെ പറ്റിയുള്ള വീഡിയോസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നേക്കാം. അത് എന്തെങ്കിലും വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖത്തിന് വേണ്ടി ഉപയോഗിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്പെസിഫിക്കായി അസുഖം ഉണ്ടെങ്കിൽ ആ അസുഖത്തിന് വേണ്ടി ആ ടാബ്ലറ്റ് വാങ്ങി കഴിക്കുക എന്നുള്ള അതും പ്ലാൻ ബേസ്ഡ് ആണ്. അതിനെപ്പറ്റിയൊക്കെ ഞാൻ പിന്നീട് പറയാം. എല്ലാം കൂടി ഒരു വീഡിയോ പറയുമ്പോൾ ശരിയാവില്ല. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനുള്ള വീഡിയോ കിട്ടൂ. നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ എന്ത് ചെയ്യണം? ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തേ മതിയോ, അല്ലാതെ നിങ്ങൾക്ക് വീഡിയോ കിട്ടില്ല. പിന്നെ ബാക്കി ട്രെയിനിങ്, നമുക്ക് രാവിലത്തെ സൂം മീറ്റിംഗ് ഒക്കെ ട്രെയിനിങ് വീഡിയോസൊക്കെ ഞാൻ സാധാരണ ഇടാറുണ്ട്. അതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്നും എനിക്കതിനുള്ള പ്രോത്സാഹനം നിങ്ങളുടെ അടുത്ത് കിട്ടുന്നുണ്ട്. നിങ്ങളെപ്പോലെ സബ്സ്ക്രൈബറാണ് എൻ്റെ ചാനലിൻ്റെ വിജയം. അതുപോലെ നമ്മുടെ eBio ടോറിയത്തിൻ്റെ വിജയത്തിനും നിങ്ങളുടെ എല്ലാം സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ടും ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ്. താങ്ക്